On how to This call is validate now being your recorded. startup idea. I request Mr. Jazina Abbas, Assistant Professor, Department of MCA, to deliver the welcome address. Good morning, all. Respected Director Dr. Jubal Matthew, HOD Professor Sharija Aziz, Guest of Honor Mr. Arun Kumar, my colleagues, and dear students. Welcome to all. I would like to extend a special welcome to our guest, Mr. Arun Kumar, for the program. A warm welcome to you, sir. Once again, welcome you all. Thank you. Your startup idea needs to fulfill a need in the market and you need to know how to fill it. The session is on how to identify customer pain points and convert them to startup idea. You are also going to want your startup idea to have product market fit. It also discusses how to easily validate a product or a concept. I am profusely elated to take an opportunity to welcome our chief guest for the day, Mr. Arun Kumar, co-founder of India's first educational podcast application, Podcast, serial entrepreneur, a marketing enthusiast, and grow hack expert. Over to you, sir. Thank you, Afna. Good morning, all. Uh, Sharjah Miss, respected HOD, Good morning, sir. Director Jubail Matthew, sir. Jibin, sir, my dearest friend, and Jasina Miss, my dear students, all faculty members. Thank you for having me in this wonderful morning with you. എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി ബേസിക്കലി ഒരു ടീച്ചറാണ്. കഴിഞ്ഞ 2005 MBA കഴിഞ്ഞ ശേഷം ഞാൻ കുറച്ച് MNC കമ്പനികളിൽ ഫോർച്ചുനേറ്റ്ലി വർക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടി. അങ്ങനെ ഇൻക്ലൂഡിങ് പെപ്സിക്കോ, KPMG പോലുള്ള കുറച്ച് കമ്പനികളിൽ കീ പൊസിഷനിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അതിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആസ് പാർട്ട് ഓഫ് മൈ ജോബ് എനിക്ക് കുറച്ച് ട്രെയിനിങ് പ്രോഗ്രാമുകൾ കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യം വരികയും അങ്ങനെ ഞാൻ ഇവൻച്വലി മനസ്സിലാക്കുമായിരുന്നു എനിക്ക് ട്രെയിനിങ് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ആൾക്കാരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ഞാൻ ആ പ്രോസസ്സ് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾക്കാരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഒരു പുതിയ പ്രോസസ്സ് പഠിപ്പിക്കുക, ഒരു പുതിയ ജോലി പഠിപ്പിക്കുക എന്നുള്ള കാര്യം ഞാൻ എൻജോയ് ചെയ്യും. അല്ലെങ്കിൽ അത് മറ്റുള്ളവർ ഞാനത് ചെയ്യുമ്പോൾ മറ്റുള്ളവർ അത് ഈസിലി അവർക്കത് കിട്ടുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നീട് ടീച്ചിങ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ ഞാൻ പഠിക്കുന്ന കാലത്ത് ഒരിക്കലും വിചാരിച്ചിട്ടില്ലാത്തൊരു കാര്യമായിരുന്നു ഞാനൊരു ടീച്ചർ ആവണം എന്നുള്ളത്. പക്ഷേ പിന്നീടുള്ള ഒരു ജീവിതത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷൻ ഞാൻ ഡെലിബറേറ്റ്ലി സ്വീകരിക്കുകയായിരുന്നു. പിന്നീട് ഓൾമോസ്റ്റ് ഒരു 5 years MBAക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പല അഫിലിയേറ്റഡ് കോളേജുകളിൽ MBAക്ക് ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ഞാൻ ആക്ച്വലി ഫേസ് ചെയ്തിരുന്ന ഒരു പ്രോബ്ലം അല്ല, എനിക്ക് എൻ്റെ ജോലിയിൽ ഞാനൊരു തീരെ എന്താ പറയാ, അല്ലെങ്കിൽ ഒരു അൺസാറ്റിസ്ഫൈഡ് ഒരു ടൈപ്പ് ഓഫ് ഒരു ഇൻവോൾവ്മെന്റ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ലൈക്ക് 50 or 100 കുട്ടികൾ മാക്സിമം അത്രയും ആൾക്കാരായിരുന്നു എൻ്റെ കോളേജിൽ ഉണ്ടായിരുന്നത്. ഞാൻ ഒരേ സമയം പഠിപ്പിക്കാൻ പറ്റുന്നത് മാക്സിമം 50 കുട്ടികൾ അല്ലെങ്കിൽ 100 കുട്ടികൾ. ഈ ഒരു പ്രശ്നത്തിൽ ഞാനിങ്ങനെ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാനൊരു ടീച്ചറാണ്, പക്ഷെ എനിക്ക് ഇമ്പാക്ട് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ഇത്രയും സ്റ്റുഡൻസിനാണ് ഒരു വർഷം. അപ്പൊ ഞാൻ ചിന്തിക്കുകയായിരുന്നു, എൻ്റെ ജോലി പഠിപ്പിക്കുകയാണ്, പക്ഷെ എന്നെ കൊണ്ട് ഇത്രയും കുറച്ച് കുട്ടികൾക്ക് മാത്രമേ പഠിപ്പിക്കാൻ വേണ്ടി പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ അത്രയും കുറച്ച് കുട്ടികളുടെ ലൈഫിനെ മാത്രമേ ഇമ്പാക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളൂ എന്നുള്ള ഒരു തോട്ട് എനിക്ക് കൂടുതലായിട്ട് വരികയും ഞാൻ പിന്നീട് ബ്രേക്ക് ത്രൂ ലേണിംഗ് എന്ന പേരിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. ബ്രേക്ക് ത്രൂ ലേണിംഗ് ഓൾമോസ്റ്റ് ഇപ്പോൾ 2 years മുമ്പാണ് ആ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. 2.5 years ആയി. ബ്രേക്ക് ത്രൂ ലേണിംഗ് ആക്ച്വലി ചെയ്തുകൊണ്ടിരുന്നത് പ്രൊഫഷണൽ കോളേജുകളിൽ നിങ്ങളെ പോലത്തെ MBA MCA ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ BTech ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക, ഓഫ്ലൈൻ ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക അങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, എന്നിട്ട് അവരെ ജോബിന് പ്ലേസ് ചെയ്യുക. ഇങ്ങനത്തെ ഒരു ജോബായിരുന്നു ചെയ്തുകൊണ്ടിരുന്ന ആ കമ്പനി. അപ്പോൾ അതൊരു ചെറിയ ടീം, നമ്മൾ
കുറച്ച് 2 വർഷമായിട്ട് മാനേജ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ ഐ വാസ് ഫേസിങ് എ പ്രോബ്ലം. ദാറ്റ് വാസ് ആൻ ഓഫ്ലൈൻ ആക്ടിവിറ്റി. എനിക്ക് വളരെ കുറച്ച്, പിന്നെയും ഞാൻ 100 കുട്ടികൾ എന്നുള്ള ഒരു ലിമിറ്റിൽ നിന്ന് മാറി കുറച്ചധികം കുട്ടികളെ എനിക്കൊരു വർഷം കാണാനും പരിചയപ്പെടാനും അത്രയും കുട്ടികളുടെ ജീവിതത്തിനെ മാറ്റാനും പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ആ നമ്പറും പോരാ എന്നുള്ള ഒരു തോന്നൽ പിന്നെ വരികയും അങ്ങനെ ഇവൻച്വലി പോഡ് ക്ലാസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുമായിരുന്നു ഉണ്ടായിരുന്നു. പോഡ് ക്ലാസ് ടെക്നിക്കലി ഇന്ത്യയിലെ ആദ്യത്തെ ഓഡിയോ ബേസ്ഡ് ലേണിംഗ് ആപ്ലിക്കേഷൻ ഫോർ ചിൽഡ്രൻ ആണ്. ഓഡിയോ മാത്രം വെച്ചുകൊണ്ട് കുട്ടികൾക്ക് ക്ലാസ്സുകൾ ഡെലിവറി ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സ്റ്റാർട്ടപ്പ് ആണ് പോഡ് ക്ലാസ്. ടെക്നിക്കലി അങ്ങനെ പറയാം. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ഓൾമോസ്റ്റ് 2 months ആവുന്നേ ഉള്ളൂ. സ്റ്റിൽ ഓൾമോസ്റ്റ് ഒരു 500 സ്റ്റുഡൻസ് ഓൺബോർഡ് ആയിട്ടുണ്ട്. അതൊരു നല്ല നമ്പറാണ് എന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞൊരു 2 മാസം കൊണ്ട് ഇത്രയധികം സ്റ്റുഡൻസിനെ ഓൺബോർഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൽ തന്നെ ബഹുഭൂരിപക്ഷവും സാധാരണക്കാരായ പാരൻസിന്റെ മക്കളാണ്. കൂലിപ്പണി എടുക്കുന്ന അല്ലെങ്കിൽ ഈ ചെറിയ പൈസക്ക് ജോലി ചെയ്യുന്ന രക്ഷിതാക്കളുടെ മക്കളാണ് ഇതിൽ കൂടുതൽ ആൾക്കാരും ഈ ആപ്ലിക്കേഷൻ വാങ്ങി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഐഡിയ എനിക്ക് തോന്നുന്നു സാധാരണ കോസ്റ്റ്ലി ആയിട്ടുള്ള ഇ ലേണിംഗ് ആപ്ലിക്കേഷനുകൾ, ഒരുപാട് ഇ ലേണിംഗ് ആപ്ലിക്കേഷൻസ് നമ്മളെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ലൈക്ക് ബൈജൂസ് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വാല്യുവേഷൻ ഉള്ള ഒരു ടെക്നോളജി സ്റ്റാർട്ടപ്പ് ആണ്, ഒരു ടെക് കമ്പനിയാണ്. അപ്പൊ ബൈജൂസ് പോരാതെ രൂപയൊക്കെയാണ് ചാർജ് ചെയ്യുന്നത് ഒരു സ്റ്റുഡൻറ്റിനെ ഓൺബോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞാൽ പിന്നീട് കുറച്ചും കൂടെ താഴെക്കടയിൽ ഉള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് 5,000 6,000 ഒക്കെ ഓരോ വർഷവും ചാർജ് ചെയ്യുന്ന ഒരുപാട് ഇ ലേണിംഗ് ആപ്ലിക്കേഷനുകൾ ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. കേരളത്തിൽ ഒരുപാടാണിത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ TV തുറന്നു കഴിഞ്ഞാൽ ഇവരുടെ പരസ്യം മാത്രമേ നമുക്ക് കാണാനുള്ളൂ. സ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഇപ്പോൾ ഉണ്ട്. കുട്ടികൾക്ക് ഈ പറയുന്ന അവരുടെ സ്റ്റഡി മെറ്റീരിയൽസ് അല്ലെങ്കിൽ ക്ലാസ്സുകൾ, ഡിജിറ്റലൈസ്ഡ് ക്ലാസ്സുകൾ ഡെലിവറി ചെയ്യുന്ന ആപ്ലിക്കേഷൻസ്. പക്ഷെ ഇവർക്കെല്ലാം ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഞാൻ കണക്റ്റഡ് അല്ലേ? നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ? ഞാൻ ഒരുപാട് രക്ഷിതാക്കളുടെ അടുത്ത് കഴിഞ്ഞൊരു വർഷം ഒരു സർവേ കണ്ടക്ട് ചെയ്തു. ഒരുപാട് രക്ഷിതാക്കളെ നേരിട്ട് കണ്ട് സംസാരിച്ചു. അതിൽ പലരും ഇ ലേണിംഗ് ആപ്ലിക്കേഷനുകളൊക്കെ വാങ്ങി ഉപയോഗിക്കുന്ന ആൾക്കാരായിരുന്നു. നമുക്കറിയാം കഴിഞ്ഞ ഒരു വർഷമായിട്ടാണ് ആൾക്കാർ ഈ ഡിജിറ്റലൈസ്ഡ് ലേണിംഗിലേക്ക് കൂടുതലായിട്ട് എത്തിത്തുടങ്ങിയത്. നിങ്ങളും കൂടുതൽ പേര് യൂഡമി, യുഡാസിറ്റി പോലുള്ള കുറെ ആപ്ലിക്കേഷനുകളിലും അല്ലെങ്കിൽ അങ്ങനത്തെ പ്ലാറ്റ്ഫോമുകളിൽ കൂടുതൽ കോഴ്സുകൾ ചെയ്യുന്നത് ഞാൻ കുറച്ച് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ജിബിൻ സാറൊക്കെ ഷെയർ ചെയ്ത് തരുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ഏറ്റവും ലാർജസ്റ്റ് നമ്പർ ഓഫ് കോഴ്സസ് ഓൺലൈനിൽ അറ്റൻഡ് ചെയ്ത ആൾക്കാരുടെ ഗിന്നസ് റെക്കോർഡൊക്കെ നിങ്ങളുടെ കോളേജിൽ വന്നിട്ടുണ്ട് എന്നുള്ളത്. ഐ ഡോണ്ട് എക്സാക്ട്ലി റിമെമ്പർ ദ നെയിം ഓഫ് ദാറ്റ് സ്റ്റുഡൻറ്. സ്റ്റിൽ ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളുടെ ഇടയിലേക്ക് വന്നത്, ഡിജിറ്റലൈസ്ഡ് ലേണിങ്ങിന് ഒരു ആക്സെപ്റ്റൻസ് നമ്മുടെ ഇടയിലേക്ക് വന്നത് ഈ ലോക്ക്ഡൌണും കോവിഡും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമാണ്. ഇതിനു മുന്നേയും ഈ കാര്യങ്ങളൊക്കെ, ഈ പ്ലാറ്റ്ഫോമുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അത്രത്തോളം നമ്മൾ അതിൽ ആക്സസ്ഡ് ആയിരുന്നില്ല എന്നതായിരുന്നു ഒരു സംഭവം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വർഷം കുറെ രക്ഷിതാക്കളുടെ അടുത്ത്, സ്കൂളിൽ പഠിക്കുന്ന രക്ഷിതാക്കളുടെ അടുത്ത് സംസാരിച്ച് നോക്കിയപ്പോൾ അവർ പറഞ്ഞത് കുറെ പേരൊക്കെ ഇ ലേണിംഗ് ആപ്ലിക്കേഷനുകൾ കുട്ടികൾക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ബൈജൂസും അല്ലെങ്കിൽ മറ്റുള്ള ലേണിംഗ് ആപ്ലിക്കേഷനുകളൊക്കെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. പക്ഷെങ്കിൽ ഈ കുട്ടികൾ ഇതൊന്നും അധികം കൺസ്യൂം ചെയ്യുന്നില്ല അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നില്ല. ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അതായത് കഷ്ടപ്പെട്ട് വാങ്ങിക്കൊടുത്ത 4,000 രൂപ കൊടുത്തിട്ടോ അല്ലെങ്കിൽ 20,000 രൂപ കൊടുത്തിട്ട് വാങ്ങിക്കൊടുത്ത ഒരു ആപ്ലിക്കേഷൻ കുട്ടികൾ അത് വാങ്ങിയ ശേഷം ആ കുട്ടികൾ അത് റെഗുലർ ആയിട്ട് വാച്ച് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ യൂട്ടിലൈസ് ചെയ്യാനോ ശ്രമിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ആലോചിച്ചത് ഇതെന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഇത് കാണാത്തത്, അല്ലെങ്കിൽ ഇതിലുള്ള കണ്ടന്റുകൾ കൺസ്യൂം ചെയ്യാൻ കുട്ടികൾ മടി കാണിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ഞാൻ ആലോചിച്ചത് ആക്ച്വലി. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, വീഡിയോയിൽ നിങ്ങളും ഫേസ് ചെയ്തിട്ടുണ്ടാവും. വീഡിയോയിൽ നമ്മൾ ഒരു കാര്യം, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണെങ്കിൽ തന്നെ നമ്മൾ എത്ര തവണ കാണും? നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമ, ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇപ്പൊ ബാഹുബലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ചിത്രം പോലത്തെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ നമ്മൾ എത്ര തവണ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നിട്ട് നമ്മളത് വാച്ച് ചെയ്യും? വളരെ ചുരുക്കം സമയം മാത്രമേ നമുക്കത് വാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു തവണ മുഴുവനായിട്ട് കാണും. പിന്നീട് നമ്മൾ കാണുമ്പോഴൊക്കെ ജസ്റ്റ് ചെറിയ ബിറ്റായിട്ടൊക്കെ ആയിരിക്കും അത് കാണുന്നുണ്ടാവുക. അപ്പോൾ ഇത് നമ്മൾ വീഡിയോ കോണ്ടന്റുകൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ ഫറ്റീഗ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അതായത് സ്ക്രീനിൽ നമ്മൾ കുറേ നേരം നോക്കിയെന്ന് നമുക്ക് ഒരു കാര്യം, ഇഷ്ടപ്പെട്ട കാര്യമാണെങ്കിൽ കൂടിയും അത് ഒരുപാട് നേരം കണ്ടുകൊണ്ടിരിക്കാൻ നമുക്കൊന്നും വലിയ താല്പര്യമില്ല. എവ്രി വൺ ഹാവ് എ മങ്കി കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റ്.
ഒരു മങ്കി മൈൻഡാണ് നമുക്കുള്ളത്. എപ്പോഴും നമ്മൾ എന്താ പറയാ, ഒരു സാധനം കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് വാച്ച് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമുക്കില്ല. ഓരോ 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് കൂടുമ്പോൾ നമ്മളുടെ വ്യൂ പോയിന്റ് അല്ലെങ്കിൽ നമ്മൾ ആ വ്യൂ നമുക്ക് മാറ്റിക്കൊണ്ടിരിക്കേണ്ട ഒരു അതാണ് നമ്മളുടെയൊക്കെ ഒരു ഇഷ്ടം. അങ്ങനെ തന്നെയല്ലേ? എനിക്ക് തോന്നുന്നത് നിങ്ങളും ഭൂരിപക്ഷം ആൾക്കാർ അങ്ങനെയായിരിക്കും. ഇങ്ങനത്തെ ഒരു മങ്കി മൈൻഡ് കൺസിഡർ ചെയ്തിട്ടാണ് നമുക്ക് യൂട്യൂബ് അല്ലെങ്കിൽ ടിക്ടോക്ക്, നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും. ടിക്ടോക്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ടിക്ടോക്ക് ഉണ്ടോ ഇല്ലയോ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റിൽ ആൾക്കാർക്ക് കണ്ടന്റ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് തോന്നുന്നു. ടിക്ടോക്കിൽ നമുക്ക് കോണ്ടന്റുകൾ, നമുക്ക് ഇഷ്ടപ്പെട്ട കോണ്ടന്റുകൾ മാത്രമായിട്ട് കാണുന്നതിന് പകരം അവർ ഇങ്ങോട്ടേക്ക് നമുക്ക് റെക്കമെൻഡ് ചെയ്ത് തരുന്ന കോണ്ടന്റുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടുതലും. അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? നിങ്ങളത് ടിക്ടോക്ക് യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർ, അതിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവരോടല്ല ചോദിക്കുന്നത്, അത് കാണുന്ന ആൾക്കാരോട്. അവർ നമ്മൾക്ക് ആ ആപ്ലിക്കേഷൻ നമുക്ക് റെക്കമെൻഡ് ചെയ്തു തരുന്ന ആ കോണ്ടന്റുകളാണ് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സാധനം കണ്ടു, വീണ്ടും നമ്മൾ വിരൽ കൊണ്ട് അത് സ്ക്രോൾ ചെയ്തു, അടുത്ത കോണ്ടന്റ് കണ്ടു, വീണ്ടും അത് സ്ക്രോൾ ചെയ്തു, അടുത്ത കണ്ടന്റ്. അവരെന്താണോ തരുന്നത് അതാണ് നമ്മൾ കാണുന്നത്. സെയിം അപ്ലൈസ് ഇൻ ഇപ്പൊ യൂട്യൂബിനകത്ത് കുറെ റീൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ സംഗതികളുണ്ട്. ഇതൊക്കെ നമ്മൾ വിരൽ കൊണ്ട് സ്ക്രോൾ ചെയ്യാൻ മാത്രമേ, സ്ക്രോൾ ചെയ്ത് ഉടനെ അടുത്തത് കാണുന്നത്. ഇവരുടെയൊക്കെ ലെങ്ത് നമ്മൾ നോക്കി, ഈ കോണ്ടന്റ് ലെങ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ 1 മിനിറ്റ് ആണ്. അപ്പോൾ ആൾക്കാർ ഇഷ്ടപ്പെട്ട ഒരു സാധനം കാണുന്നതിന് മാക്സിമം 1 മിനിറ്റ് ഒക്കെ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് ഒരു ഗ്ലോബൽ സിനാരിയോ. അങ്ങനെയാണ്. വീഡിയോ ഫറ്റീഗ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട സാധനത്തിൽ തന്നെ വീഡിയോയിൽ തന്നെ നോക്കിയിരിക്കുന്നതിന് നമുക്ക് മടുപ്പുണ്ടാക്കുന്നു. അപ്പൊ ഇത് പല രക്ഷിതാക്കളും നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾ അധികം നേരം ഇത് കാണുന്നില്ല. അപ്പൊ ഞാനിത് നോട്ട് ചെയ്ത് വെച്ചൊരു പോയിന്റ് ആയിരുന്നു, കുട്ടികൾക്ക് വീഡിയോ ഫറ്റീഗ് ഉണ്ട്. ദെൻ ഈ ലോക്ക്ഡൗൺ ഒക്കെ ആവുന്ന സമയത്ത് ഓൺലൈൻ ക്ലാസ്സുകൾ ഒരുപാട് 2 മണിക്കൂർ 3 മണിക്കൂർ നേരമൊക്കെ ഓൺലൈൻ ക്ലാസ്സുകൾ സ്കൂൾ കുട്ടികൾക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ശേഷം വീണ്ടും അവരൊരു വീഡിയോ ബേസ്ഡ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് അവർ സ്ക്രീനിൽ തന്നെ നോക്കിയിരിക്കുന്നു. അവരുടെ സ്ക്രീൻ ടൈം വളരെ കൂടുതലാണ് കുട്ടികൾക്ക്. അപ്പോൾ ഇതും രക്ഷിതാക്കളെ അലട്ടുന്ന ഒരു പ്രശ്നമായിരുന്നു, അല്ലെങ്കിൽ കുട്ടികളുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഒരേ ടൈമിൽ സോൾവ് ചെയ്യണം. പ്ലസ് ഇതിൻ്റെയൊക്കെ കോസ്റ്റും വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനത്തെ 3 പ്രോബ്ലം ഒറ്റ ഷോട്ടിൽ തന്നെ സോൾവ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ പോഡ് ക്ലാസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തതും ഓഡിയോ മാത്രം ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള കോണ്ടന്റുകൾ ഡെലിവറി ചെയ്യുകയും ചെയ്യുക എന്നുള്ളൊരു ആശയത്തിൽ എത്തുന്നത്. അത് നമ്മൾ പോഡ് ക്ലാസ്, ഞാൻ പറഞ്ഞു, ഓഡിയോ മാത്രം വെച്ചിട്ട് ക്ലാസ്സുകൾ കൊടുക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഒരു കൺസെപ്റ്റ് ആണ്. ആദ്യമായിട്ടൊക്കെ ഈ കൺസെപ്റ്റ് ഞാൻ മറ്റുള്ളവരോട് പറയുന്ന സമയത്ത്, നമ്മളൊരു ഐഡിയ ഉണ്ടാകുന്ന സമയത്ത്, ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ ആണെങ്കിൽ ചില ആൾക്കാരുണ്ട് ഈ ഐഡിയ ആരോട് ഷെയർ ചെയ്യാതിരിക്കും. ആക്ച്വലി പറയുന്നത്, നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ അത് 100 പേരോട് പറയണം. എന്നാലും മാത്രമേ നമുക്ക് നമ്മളുടെ ഐഡിയനെ റീഷേപ്പ് ചെയ്യാനും അല്ലെങ്കിൽ നല്ലൊരു ലെവലിലേക്ക് അതിനെ മോൾഡ് ചെയ്ത് കൊണ്ട് എത്തിക്കാനും പറ്റൂ എന്നുള്ളതാണ് പൊതുവെ ഈ സ്റ്റാർട്ടപ്പ് ഫീൽഡിലുള്ള ആൾക്കാർ പറയുന്നത്. എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നത്, നിങ്ങളുടെ ഒരു ഐഡിയ മറ്റാരും കോപ്പി ചെയ്യാൻ പോകുന്നില്ല. നമുക്കൊക്കെ അങ്ങനെ ഒരു പേടി ഉണ്ടാവും. നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഇത് മറ്റൊരാൾ കോപ്പി ചെയ്താലോ എന്നുള്ളൊരു പേടി. ഈ ഭയം കൊണ്ടാണ് ആൾക്കാർ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ മടിക്കുന്നത്. അതായത് ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഐഡിയകളെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ മടിക്കുന്നു. മെയിൻ പ്രശ്നം ഇതാണ്. ആൾക്കാർ ഭയമാണ്, ഇത് മറ്റുള്ളവർ കോപ്പി ചെയ്യുമോ എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ ഐഡിയ ഒരേ സമയം ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഓഡിയോ മാത്രം വെച്ച് പഠിപ്പിക്കുക എന്ന് പറയുന്ന എൻ്റെ ഒരു ഐഡിയ ഇപ്പോൾ ഒരു മിനിമം ഒരു 100 പേരെങ്കിലും ആലോചിക്കുന്നുണ്ടാവും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്നിട്ട്. പക്ഷേ ഇതിൽ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഇതിനെ ഒരു ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഐഡിയക്കല്ല ഇമ്പോർട്ടൻസ് ഉള്ളത്, അതിന്റെ ഇംപ്ലിമെന്റേഷനിലാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും, ഇംപ്ലിമെന്റേഷനിലാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. അല്ലെങ്കിൽ നമ്മൾ എത്ര യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡിയ ആണെങ്കിൽ കൂടിയും അത് മനോഹരമായിട്ട് തന്നെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇഫക്റ്റീവായിട്ട് ലോഞ്ച് ചെയ്ത് അല്ലെങ്കിൽ ഇഫക്റ്റീവായി കസ്റ്റമേഴ്സിന്റെ അടുത്ത് എത്തിച്ചിട്ടില്ലെങ്കിൽ ആ ഐഡിയനെ കൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഇത് 100 പേരെടുത്ത് പറയണം. ഞാൻ ആദ്യമൊക്കെ ഈ ഐഡിയ മറ്റുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ എന്നെ കളിയാക്കുമായിരുന്നു. ഇത് വളരെ ഭ്രാന്തൻ ഐഡിയ ആണ്, കേട്ടുകൊണ്ട് മാത്രം എങ്ങനെ പഠിക്കാൻ പറ്റും എന്നുള്ളത്. പക്ഷെ ഞാൻ ആലോചിച്ചത് ഇത്രയേ ഉള്ളൂ. റേഡിയോയിൽ പണ്ട് ഞാനൊക്കെ 10ാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് ഇവിടെയുള്ള ഫാക്കൽറ്റീസിനൊക്കെ ഓർമ്മയുണ്ടാവും ചിലപ്പോൾ. അവർ പണ്ട് കാലങ്ങളിലൊക്കെ ആകാശവാണിയിൽ ഈ 7 മണി 7:30 സമയത്തൊക്കെ SSLC സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവാറുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഈ ഒരു മോഡൽ അപ്രോച്ച് ചെയ്തുകൂടാ എന്നുള്ളതായിരുന്നു ഞാൻ ആലോചിച്ചത്. ഇവൻച്വലി അത് സക്സസ്ഫുൾ ആയി. ഇപ്പൊ നല്ല അഭിപ്രായം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, താങ്ക്ഫുള്ളി. പ്രൊഡക്റ്റിന്റെ ഐഡിയ എന്ന് പറയുന്നത് ഇവോൾവ് ആയി വരുന്നതാണ്.
ഇനീഷ്യലി ഞാൻ വിചാരിക്കുന്ന രീതിയിലേ അല്ല ഇപ്പോൾ എൻ്റെ പ്രൊഡക്റ്റ് ഉള്ളത്. അതൊരു ഫാക്റ്റാണ്. നമ്മൾ ഏത് സ്റ്റാർട്ടപ്പുകളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവർ ലോഞ്ച് ചെയ്ത സമയത്ത് ഉണ്ടാകുന്ന ഒരു ഷേപ്പിലായിരിക്കില്ല ആ സ്റ്റാർട്ടപ്പ് ഒരു സ്കെയിലപ്പ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നത്. സ്കെയിലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് യൂസേഴ്സ് ആ പ്രൊഡക്റ്റിനെ യൂസ് ചെയ്ത് വരുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ഒരു ഇനീഷ്യൽ ലോഞ്ചിങ് സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് വരുമ്പോഴേക്ക് ആ കൺസെപ്റ്റിന്റെ ഷേപ്പ് ആകെ മാറിയിട്ടുണ്ടാവും. കണക്റ്റഡ് അല്ലേ? കേൾക്കാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? നമ്മൾ ഈ സ്റ്റാർട്ടപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്ക് ഇന്നോവേഷൻ ആണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആക്ച്വലി എന്താണ് സ്റ്റാർട്ടപ്പ്? ഇന്നോവേഷനും സ്റ്റാർട്ടപ്പും ഒക്കെ റിലേറ്റഡ് ആണ് എന്നുള്ളത് നമുക്കറിയാം. ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ബിസിനസ് എന്ന് സ്റ്റാർട്ടപ്പിനുള്ള ഡിഫറൻസ് എന്താണ്? നമ്മളുടെ കൂടെ തന്നെ ഇപ്പൊ ഈ റൂമിനകത്ത് തന്നെ ഇപ്പോൾ ഒരു ഫ്യൂച്ചർ എന്റർപ്രണേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ നല്ലൊരു ശതമാനം ആൾക്കാരുണ്ടാവും. മിനിമം ഒരു 20% ആൾക്കാരെങ്കിലും ഇതിൽ ഈ കോഴ്സ് കഴിഞ്ഞ ഉടനെ ബിസിനസ് തുടങ്ങില്ലെങ്കിലും കുറച്ച് നാൾക്കുള്ളിൽ ബിസിനസ്സുകളിലേക്ക് ലാൻഡ് ചെയ്യേണ്ട ആൾക്കാരുണ്ടാവും. മിനിമം ഒരു 20%. എന്താണ് സ്റ്റാർട്ടപ്പുകളും ട്രഡീഷണൽ ബിസിനസ്സുകളും തമ്മിലുള്ള വ്യത്യാസം? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? Dear students, please respond. തെറ്റാണെങ്കിൽ സാറ് തിരുത്തി തന്നോളൂ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്തോളൂ. നിങ്ങൾ സംസാരിക്കാൻ മടിക്കണ്ട, പറഞ്ഞോളൂ. നിങ്ങളുടെ ഒരു ഐഡിയ. യെസ്, പറയൂ. ഐശ്വര്യ എന്തോ പറയുന്നുണ്ടായിരുന്നല്ലോ, എന്താണ്? ഒരു യുണീക് പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഒരാൾ തുടങ്ങുന്ന ഒരു ഇന്നോവേഷൻ അല്ലെങ്കിൽ ഒരു എന്റർപ്രണർഷിപ്പ് ആയിരിക്കും സ്റ്റാർട്ടപ്പ്. ഒരാൾ തുടങ്ങുന്ന ഒരു യുണീക്ക് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു യുണീക്ക് പ്രോഡക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ് അല്ലെ? ഐശ്വര്യ പറഞ്ഞതിൽ ഒരു പകുതിയോളം ശരിയായ കാര്യമുണ്ട്. വേറെ എന്താ? കൃഷ്ണപ്രസാദ് ആണോ എന്തോ പറയുന്നുണ്ടായിരുന്നു? ഞാനും ഇന്നോവേഷനെ കുറിച്ച്. ഇന്നോവേഷൻ ആണ്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ആയിരിക്കണം. അപ്പൊ പ്രൊഡക്റ്റ് യുണീക്നെസ് ഉണ്ടാവണം, ആ ഐഡിയ ഇന്നോവേറ്റീവ് ആയിരിക്കണം, ആ പ്രൊഡക്റ്റും ഇന്നോവേറ്റീവ് ആയിരിക്കണം. ഇതൊക്കെയാണ്. പക്ഷെങ്കിൽ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ ബിസിനസ് തുടങ്ങുന്നതും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പുകൾ എപ്പോഴും ഏറ്റവും കുറഞ്ഞ റിസോഴ്സുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കുന്ന കമ്പനികളായിരിക്കും. ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഏറ്റവും കുറഞ്ഞ റിസോഴ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് കുറഞ്ഞ റിസോഴ്സുകൾ എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കാം? മണി, എനർജി, പൈസ, എനർജി, മാൻ പവർ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് റിസോഴ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫിസിക്കൽ എന്താ പറയുക, മെറ്റീരിയൽസ്, ഇങ്ങനത്തെ സാധനങ്ങൾ വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രം യൂട്ടിലൈസ് ചെയ്യുകയും അതിലൂടെ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വർക്ക് ചെയ്യുന്ന കമ്പനികളാണ് സ്റ്റാർട്ടപ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്നത്. നമുക്കിത് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ആമസോൺ ആയാലും അല്ലെങ്കിൽ ഊബർ ആയാലും അവരൊക്കെ ലിമിറ്റഡ് റിസോഴ്സസ് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനാണ് എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം. ഐഡിയ ഇന്നോവേറ്റീവ് ആയിരിക്കണം, പ്രൊഡക്റ്റ് യുണീക്നെസ് ഉണ്ടായിരിക്കണം എന്നൊക്കെ അതിന്റെ കൂട്ടത്തിൽ ചേർത്ത് വായിക്കണം. ഓക്കെ, അതൊക്കെ ശരിയാണ്. പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഏറ്റവും ലിമിറ്റഡ് റിസോഴ്സസ്, ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യറീസ്. ഇതാണ് ഒരു സ്റ്റാർട്ടപ്പിന്റെ ഒരു ഇക്വേഷൻ. ഓക്കെ, സാധാരണ നമ്മളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു 3-4 സ്റ്റേജസ് ഉണ്ട്. ഈ 3-4 സ്റ്റേജസ് ഇൻക്ലൂഡ് ലൈക്ക് ഐഡിയേഷൻ. നിങ്ങൾക്ക് തന്നെ പല IDCയുടെ തന്നെ പല പ്രോഗ്രാമുകളിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവും. ഐഡിയേഷൻ, നമ്മളൊരു ഐഡിയ ഡെവലപ്പ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, ഞാനൊരു പ്രോബ്ലം മാർക്കറ്റിൽ എക്സിസ്റ്റിംഗ് ആയിരുന്ന ഒരു പ്രോബ്ലത്തെ തിരിച്ചറിഞ്ഞ് ഞാനൊരു ഐഡിയ ഡെവലപ്പ് ചെയ്തു. ഞാൻ തിരിച്ചറിഞ്ഞ പ്രോബ്ലം എന്തായിരുന്നു? കുട്ടികൾക്ക് ഫലപ്രദമായിട്ട് എഡ്യൂക്കേഷൻ, കുറഞ്ഞ കോസ്റ്റിൽ എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു ഒരു പ്രോബ്ലം. അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പഠിക്കുന്ന സമയത്ത് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസിന്റെ ഒരു എന്താ പറയുക, കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന കോണ്ടന്റുകളുടെ എണ്ണം കുറവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു പ്രോബ്ലം. അതിന് ഞാനൊരു ഐഡിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്തു. ഐഡിയേഷൻ സ്റ്റേജ് എന്ന് പറയും. അപ്പൊ ഈ ഐഡിയേഷൻ സ്റ്റേജിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ
ഞാൻ പറഞ്ഞു ഏറ്റവും മിനിമം സ്റ്റാർട്ടപ്പ് ആണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഏറ്റവും മിനിമം റിസോഴ്സുകൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതുപോലെ ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് അതിന്റെ ബെനിഫിറ്റ്സ് എത്തുന്നതുമായിരിക്കണം. നമ്മളുടെ ആ പ്രൊഡക്റ്റ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്നിട്ട് ആൾക്കാർക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലായിരിക്കണം. അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുന്ന വിധത്തിലായിരിക്കണം ഈ ഐഡിയ ഉണ്ടാവേണ്ടത്. അപ്പോൾ ഐഡിയേഷൻ സ്റ്റേജ്, ഈ ഐഡിയേഷൻ സ്റ്റേജിൽ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഐഡിയനെ വാലിഡേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്. ഐഡിയനെ വാലിഡേറ്റ് ചെയ്യൽ എങ്ങനെയാ? നമ്മൾക്ക് തോന്നുന്ന ഐഡിയ നമ്മൾ എനിക്കൊരു ഐഡിയ തോന്നി, ആ ഐഡിയ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ഇത് വളരെ ലോകത്തിലെ ഏറ്റവും മികച്ച ഐഡിയ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങളും വിചാരിക്കുന്നത് അങ്ങനെ എന്റെ ഐഡിയ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഐഡിയ ആണ് എന്നാണ് നിങ്ങൾക്കും തോന്നുക. അപ്പൊ നമ്മളെല്ലാവരും നമുക്ക് തോന്നുന്ന ഐഡിയ ഏറ്റവും ബെസ്റ്റ് ആണ് എന്ന് വിചാരിച്ചിരിക്കും. പക്ഷെങ്കിൽ ആക്ച്വലി അത് അങ്ങനെ ആയിരിക്കണം എന്നില്ല. ഇതിനെ ഒരു ബിസിനസ് സെൻസിൽ, അതായത് ഈ ഐഡിയ മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞാൽ ഫലപ്രദമായിട്ട് ആൾക്കാരുടെ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റുന്നതാണോ എന്നറിയണം. 2, ആൾക്കാർ ഇതിന് പൈസ കൊടുത്ത് വാങ്ങുന്നതാണോ ഈ പ്രൊഡക്റ്റ് എന്നും അറിയണം. ഇത് രണ്ടും ചേരുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഐഡിയനെ ഒരു ബിസിനസ് ആക്കി മാറ്റിയിട്ട് കാര്യമുള്ളൂ. 1, ഫലപ്രദമായിട്ട് ആൾക്കാരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതായിരിക്കണം. 2, ആൾക്കാർ ഇതിന് പൈസ കൊടുക്കാൻ റെഡി ആവുകയും വേണം. ഇത് രണ്ടും വേണം. അപ്പൊ ഇത് രണ്ടും നമ്മൾ ഒത്തുചേരുന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഐഡിയ ബിസിനസ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമുള്ളൂ. ഇല്ലെങ്കിൽ ഇത് നമുക്ക് പണച്ചെലവുണ്ടാക്കും, നമ്മളുടെ അധ്വാനം വേസ്റ്റ് ചെയ്യും, ആൾക്കാരൊന്നും ഇതിനെപ്പറ്റി അറിയാൻ പോകുന്നില്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ ഇവൻച്വലി ഈ ബിസിനസ് ഫ്ലോപ്പ് ആവും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഐഡിയനെ വാലിഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇന്നത്തെ ഈ സെഷന്റെ ഒരു ഹെഡിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് തന്നെ ഐഡിയ വാലിഡേഷൻ ആണ്. നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ നമ്മളൊരു ഐഡിയ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് വാലിഡേറ്റ് ചെയ്യുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളൊരു ഓൺലൈൻ ബിസിനസ് ആണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അതിനെ എങ്ങനെയാണ് വാലിഡേറ്റ് ചെയ്യാൻ പറ്റുക? ഈ ഐഡിയ വർത്ത് ആണോ, അല്ലെങ്കിൽ ഇത് ട്രൈ ചെയ്യുന്നത് ഗുണമുണ്ടാവോ ഇല്ലയോ എന്ന് അറിയുന്നത് എങ്ങനെയായിരിക്കും? എന്ത് ബിസിനസ് ആണെങ്കിലും അതെങ്ങനെയാണ് നമ്മൾ ആദ്യം വാലിഡേറ്റ് ചെയ്യേണ്ടത്? ഇതിന്റെ പൊട്ടൻഷ്യൽ ബയേഴ്സ് ആരാണ് എന്ന് കണ്ടുപിടിക്കണം. ഇപ്പൊ ഞാനൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പൊട്ടൻഷ്യൽ ബയേഴ്സ് ആരാണ്, അത് ആരെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് എന്ന് ആദ്യം തന്നെ നമ്മൾക്കൊരു ഒരു ബോധം ഉണ്ടാവണം. ഇപ്പൊ ഞാനൊരു ലേണിംഗ് ആപ്പാണ് ഉണ്ടാക്കിയത്. ഈ ആപ്പ് യൂസ് ചെയ്യേണ്ടത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പൊ ഈ സ്കൂൾ കുട്ടികളെ ഞാൻ തെരഞ്ഞുപിടിച്ച് കണ്ടുപിടിക്കുന്നു, എന്നിട്ട് അവരോട് 4 ചോദ്യങ്ങൾ ചോദിക്കുന്നു. അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അവരുടെ പ്രോബ്ലംസ് കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുന്നു. ഞാൻ എന്നിട്ട് അവരോട് പറയുന്നു, ഞാൻ ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി തന്നാൽ നിങ്ങളത് യൂസ് ചെയ്യോ എന്ന് ഞാൻ നേരിട്ട് അവരോട് ചോദിക്കുന്നു. ഇങ്ങനെ മിനിമം ഒരു 100 പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഐഡിയനെ ഒരു മിനിമം ലെവലിൽ വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എല്ലാ സമയത്തും ഈ ഡയറക്റ്റ് ടു കൺസ്യൂമർ എന്ന് പറയുന്ന ഒരു സർവേ മെത്തേഡ് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. 100 കസ്റ്റമറെ നമ്മൾ നേരിട്ട് പോയിട്ട് കാണുന്നത് ചിലപ്പോൾ പ്രാക്ടിക്കൽ ആവണമെന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം? ചില ആൾക്കാരൊക്കെ ഇപ്പൊ കുറെ ഫേമസ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ലാൻഡിംഗ് പേജ് ഫേക്ക് ആക്കി ഉണ്ടാക്കും. നമ്മളുടെ ബിസിനസിന്റെ വെബ്സൈറ്റ്, അതായത് ഒരു ലാൻഡിംഗ് പേജ്. നിങ്ങൾക്കറിയായിരിക്കും എന്താണ് ലാൻഡിംഗ് പേജ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. കസ്റ്റമേഴ്സിനെ നമ്മളുടെ ബിസിനസ്, നമ്മുടെ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവരുന്ന നമ്മളുടെ ഒരു വെബ്സൈറ്റിനെയാണ് ലാൻഡിംഗ് പേജ് എന്ന് പറയുന്നത്. ആ ലാൻഡിംഗ് പേജ് നമ്മൾ ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ എൻ്റെ ലേണിംഗ് ആപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ഈ ഫേക്ക് ലാൻഡിംഗ് പേജ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചുമ്മാ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. പോഡ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചുമ്മാ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഒരു 1000 കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഞാൻ ഈ പ്രൊഡക്റ്റ് താല്പര്യമുണ്ട്. ആ വെബ്സൈറ്റ് കണ്ടാൽ അവർക്ക് മനസ്സിലാവില്ല ഇത് തുടങ്ങാത്ത പ്രൊഡക്റ്റ് ആണ് എന്നൊന്നും മനസ്സിലാവില്ല. ഇത് ആക്ച്വലി നമ്മൾ സെയിൽ ചെയ്യുന്നു എന്നുള്ള വിചാരത്തിൽ തന്നെയാണ് ആ വെബ്സൈറ്റിൽ നമ്മൾ പ്രൊഡക്റ്റിനെ അവതരിപ്പിക്കുന്നത്. ഓൾറെഡി ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഇതിന് ഇത്രയാണ് കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ വെബ്സൈറ്റിൽ അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് കസ്റ്റമേഴ്സിനെ അപ്രോച്ച് ചെയ്യും, നിങ്ങൾക്ക് ഇത് വേണോ എന്ന് ചോദിക്കും. 1000 കസ്റ്റമേഴ്സിനെ അപ്രോച്ച് ചെയ്യും. 1000 കസ്റ്റമേഴ്സിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ റെസ്പോൺസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഈ ഐഡിയനോട് അവരുടെ റെസ്പോൺസ് എന്താണ്, ഇങ്ങനെ ഒരു ആശയത്തെ കസ്റ്റമർ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ലാൻഡിംഗ് പേജ് ഫേക്ക് ചെയ്യുക, ഇത് ഓൾറെഡി പലരും ചെയ്തുകൊണ്ട് വരുന്ന ഒരു അപ്രോച്ചാണ് ഈ ഐഡിയ വാലിഡേഷന് വേണ്ടിയിട്ട്. വേറൊരു ഐഡിയ, നമ്മളുടെ മനസ്സിലുള്ള ഐഡിയ ആൾക്കാർക്ക് വേണ്ട അല്ലെങ്കിൽ മാർക്കറ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഐഡിയ തന്നെയാണോ എന്നറിയാൻ മറ്റൊരു രീതിയുള്ളത്, നമുക്ക് കീവേഡ് റിസർച്ചുകൾ ചെയ്തു നോക്കാം. കീവേഡ് റിസർച്ചുകൾ,
എന്താ കീവേഡ് റിസർച്ച് അല്ലെങ്കിൽ കീവേഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് കീവേഡ്സ്? റിസർവ്ഡ് വേർഡ്സ്. റിസർവ്ഡ് വേർഡ്സ്. നമുക്കൊരു പ്രൊഡക്റ്റ് വേണമെങ്കിൽ, ഓക്കെ, നമുക്ക് എന്ത് പ്രൊഡക്റ്റ് വേണമെങ്കിലും നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ സെർച്ച് ചെയ്യാറുണ്ട്. നമുക്ക് എന്ത് പ്രൊഡക്റ്റ് വേണമെങ്കിലും നമ്മൾ ഗൂഗിളിലാണ്. ഇപ്പോൾ ഒരു PDF കൺവേർട്ടർ, ഓൺലൈൻ PDF കൺവേർട്ടർ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഗൂഗിളിനകത്താണ് സെർച്ച് ചെയ്ത് നോക്കുന്നത്, ഓൺലൈൻ PDF കൺവേർട്ടർ. ഓക്കെ, ഈ കീവേഡുകൾ നമുക്കറിയാം. ഇന്ന് ലോകത്തിലെ നമുക്ക് എന്ത് പ്രൊഡക്റ്റ് വേണമെങ്കിലും ഞാൻ പറഞ്ഞു ഇതുപോലെ ഗൂഗിളിനകത്ത് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കും. ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്ത് നോക്കുന്ന വാക്കുകളെ പറ്റിയിട്ടുള്ള ലിസ്റ്റുകളൊക്കെ ഇടയ്ക്ക് പേപ്പറിൽ നമ്മൾ വായിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ഒരു വാക്കിന് വേണ്ടിയിട്ടാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഫണ്ണി ആയിട്ടുള്ള പല ന്യൂസുകളും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വായിക്കാറുണ്ട്. ആക്ച്വലി നമുക്ക് നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ആ ഐഡിയ അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റിന് വേണ്ടി നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ഈ പ്രൊഡക്റ്റിന് വേണ്ടി ആൾക്കാർ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കീവേഡ് റിസർച്ച് ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നത് ahrefs.com. ahrefs എന്നാണ് പറയുന്നത്, റെഫറൻസസിന്റെ ahrefs. ആ സൈറ്റിനകത്തേക്ക്, അതൊരു പെയ്ഡ് സൈറ്റാണ്, ആ സൈറ്റിനകത്തേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോർ എക്സാമ്പിൾ ഓഡിയോ ബേസ്ഡ് ലേണിംഗ് ആപ്പ് എന്ന ഒരു വാക്ക് ആരെങ്കിലും സെർച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് ആ സൈറ്റ് വഴി നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ലോകത്തിൽ എത്ര ആൾക്കാരാണ് ഈ ഒരു കീവേഡ് അല്ലെങ്കിൽ ലേണിംഗ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഓഡിയോ ബേസ്ഡ് എഡ്യൂക്കേഷൻ കണ്ടന്റ് എന്നുള്ള കീവേഡ് ഗൂഗിളിൽ സെർച്ച് ചെയ്തിരിക്കുന്നത്, എത്ര ആൾക്കാരാണ്, എത്ര ലക്ഷം ആൾക്കാരുണ്ട്, അവരൊക്കെ ഏത് രാജ്യത്ത് നിന്നാണ് ഇത് സെർച്ച് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും ഓൺലൈൻ ടൂളുകൾ ഉപയോഗിച്ചിട്ട്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ മാത്രം ജസ്റ്റ് റെഫർ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നെയാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് കയറി നോക്കാവുന്നതേ ഉള്ളൂ. ahrefs റെഫറൻസസിന്റെ refs.com പെയ്ഡ് സൈറ്റാണ്. വേണമെങ്കിൽ അങ്ങനത്തെ സൈറ്റുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ കീവേഡ് സെർച്ച് ചെയ്തിട്ടുള്ളത്, അവരൊക്കെ ഏത് സമയത്താണ് ഇത് സെർച്ച് ചെയ്യുന്നത്, ഏത് രാജ്യത്തിരുന്നിട്ടാണ് അവർ ഈ സെർച്ച് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് നമ്മളുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഫ്യൂച്ചറിൽ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റിന് കൺസ്യൂമേഴ്സ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണോ, അല്ലെങ്കിൽ അത് ഡിമാൻഡിങ് കൺസെപ്റ്റ് ആണോ, പ്രൊഡക്റ്റ് ആണോ എന്ന് നമുക്കറിയാൻ വേണ്ടി പറ്റും. ഇങ്ങനെ സിമ്പിൾ പ്രോസസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ. പക്ഷെ ഇതൊന്നും പല ആൾക്കാരും യൂസ് ചെയ്യുന്നില്ല. വളരെ വിയേർഡ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ ആൾക്കാർ ഇങ്ങനത്തെ റിസർച്ചുകളൊന്നും ചെയ്യാതെ തന്നെ സ്റ്റാർട്ടപ്പ് എന്നും പറഞ്ഞിട്ട് ലോഞ്ച് ചെയ്യുന്നു. ഇവൻച്വലി 1-2 വർഷം കഴിയുമ്പോൾ ഇതൊക്കെ ഫ്ലോപ്പ് ആയി പോകുന്നു. സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ തുടങ്ങുന്ന സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ 90% അല്ലെങ്കിൽ എബവ് 90% കമ്പനികളും 1 വർഷത്തിനുള്ളിൽ പൂട്ടിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ ആണുള്ളത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, ഒന്ന്, പ്രോപ്പർ ആയിട്ടുള്ള ഐഡിയ വാലിഡേഷൻ നടത്തുന്നില്ല. 2, എക്സ്പെൻസസ് വളരെ കൂടുതലായിരിക്കും. ഈ സ്റ്റാർട്ടപ്പ് കമ്പനികൾ ഇനിയിപ്പം നമ്മൾ ഈ സ്റ്റുഡൻസ് തന്നെ പല സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുമ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ എനിക്കടക്കം വന്നിരിക്കുന്ന ഒരു മിസ്റ്റേക്കാണ്, നമ്മളുടെ കയ്യിൽ പൈസ ഉണ്ട് എങ്കിൽ നമ്മൾ ആ പൈസ മുഴുവൻ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. പതുക്കെ നമ്മൾ ഫിനാൻഷ്യലി കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കാൻ വൈകും തോറും നമ്മൾ ഫിനാൻഷ്യലി ടൈറ്റ് ആവുന്നു. നമ്മൾ പതുക്കെ ആ ബിസിനസ് നിന്ന് എക്സിറ്റ് ആവേണ്ട അല്ലെങ്കിൽ പൂട്ടി പോകേണ്ട സിറ്റുവേഷൻ വരുന്നു. ഇത് പല കമ്പനികളിലും 1 വർഷം കൊണ്ട് ഉള്ള പൈസ ഒരുപാട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയും കമ്പനികൾ പൂട്ടിപ്പോകേണ്ട ഒരു സിറ്റുവേഷൻ വരികയും ചെയ്യുന്നുണ്ട്. ബഹുഭൂരിപക്ഷം കമ്പനികളും പൂട്ടുന്നത് ഇതുപോലെ സാമ്പത്തിക പ്രതിസന്ധി വരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ എങ്ങനെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാം, സീറോ ബഡ്ജറ്റിൽ എങ്ങനെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാം, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ മാത്രം ഉപയോഗിച്ച്, ഇപ്പോൾ കോളേജിൽ വെച്ച് നിങ്ങൾക്ക് കിട്ടുന്ന റിസോഴ്സുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാം. ഫ്രീ റിസോഴ്സസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് തുടങ്ങാവുന്നേ ഉള്ളൂ. ഇന്ത്യ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മറ്റു കൺട്രികളിലൊന്നും ലീഗൽ രജിസ്ട്രേഷൻസ് ഇല്ലാതെ നമുക്കൊരു ബിസിനസ്സും എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ഇന്ത്യയിൽ അത് പറ്റും. യാതൊരു വിധത്തിലുള്ള ലീഗൽ രജിസ്ട്രേഷൻസും ഇല്ലാതെ തന്നെ നമുക്കിവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പതുക്കെ കസ്റ്റമേഴ്സ് ഒക്കെ വരുന്നുണ്ട്, അവരൊക്കെ നമ്മളുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ ശേഷം മാത്രം നമ്മളുടെ കമ്പനീനെ ലീഗലാക്കിയാൽ മതി. ഇവിടെ അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്.
ഇപ്പോൾ കേരള ഗവൺമെന്റ് പറയുന്നുണ്ട് കെ സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഇതിനകത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസ്സിന് 3 വർഷക്കാലം യാതൊരു ലൈസൻസും ഇല്ലാതെ തന്നെ പ്രവർത്തിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും വലിയ നഷ്ടമില്ലാതെ തന്നെ സ്റ്റാർട്ടപ്പ് ഐഡിയകളെ പരീക്ഷിക്കാനും പതുക്കെ അതിനെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉപയോഗിക്കുന്ന നിലയിലേക്ക് അതിനെ സ്കെയിലപ്പ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. നമ്മളെ ഇന്ത്യ രാജ്യത്തിനെ പറ്റി പറഞ്ഞുതരാണ് ശരിക്കും ആലോചിക്കേണ്ട കാര്യം. മുന്നേ നമ്മൾ ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഈ കോവിഡ് പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയ ശേഷം. ഈ ആത്മനിർഭർ പ്രൊജക്ടിന്റെ ഒരു ടാഗ് ലൈൻ പോലെ യൂസ് ചെയ്തിരുന്ന ഒരു വേർഡാണ് യു മേക്ക് ഫോർ ഇന്ത്യ, മേക്ക് ഫോർ ദ വേൾഡ് എന്നാണ്. നമ്മളൊരു പ്രൊഡക്റ്റ് ഇന്ത്യക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ അത് ഈ ലോകത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതിന് തുല്യമാണ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നുണ്ടാവുക? ഞാനൊരു കാര്യം പറയാം. നമ്മളെ രാജ്യത്ത് 130 കോടി ജനങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. 130 കോടിയിലധികം ജനങ്ങൾ നമ്മളുടെ രാജ്യത്തുണ്ട്. ഓക്കെ, ഇതില് യുവാക്കൾ എന്ന് പറയുന്ന ആൾക്കാർ, യുവാക്കൾ എന്ന് വിളിക്കണമെങ്കിൽ അവർ 15-നും 24-നും ഇടയിൽ പ്രായമുള്ള ആൾക്കാരെ ആണ് പൊതുവെ നമ്മളൊരു യുവാക്കൾ എന്ന് വിളിക്കുന്ന ഒരു ചെറിയ ആ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർ. ഓക്കെ, ഈ 15-നും 24-നും ഇടയിൽ പ്രായമുള്ള ആൾക്കാരുടെ എണ്ണം ഇന്ത്യയിൽ 30 കോടിയാണ്. ഓൾമോസ്റ്റ് 30 കോടി ജനങ്ങളും 15-നും 24-നും ഇടയിൽ പ്രായമുള്ള ആൾക്കാരാണ്. അതായത് നിങ്ങളുടെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് ഈ 30 കോടി ആൾക്കാർ ഇന്ത്യയിലുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക, US-ലെ ടോട്ടൽ പോപ്പുലേഷൻ തന്നെ 30 കോടിയേ ഉള്ളൂ. US-ലെ ടോട്ടൽ പോപ്പുലേഷൻ 30 കോടിയാണ്. ഇന്ത്യയിൽ 15-നും 24-നും ഇടയിൽ പ്രായമുള്ള ആൾക്കാരുടെ എണ്ണം മാത്രം അത്രയും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഈ ഒരു ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക, അതിന് എത്രത്തോളം ആക്സസിബിലിറ്റി അല്ലെങ്കിൽ എത്രത്തോളം റീച്ച് കിട്ടും എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ടിക്ടോക്ക് ബാൻ ചെയ്യപ്പെട്ടിട്ടും ഇപ്പോഴും ഇന്ത്യയിൽ റീ എൻട്രിക്ക് വേണ്ടിയിട്ട് ആ കമ്പനി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചൈനീസ് കമ്പനിയാണ്, ബൈറ്റ് ഡാൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണെന്ന് തോന്നുന്നു, ടിക്ടോക്കിന്റെ പാരന്റ് കമ്പനി. ഇന്ത്യയിൽ ബാൻ ചെയ്തു. അതിനുശേഷം ആ കമ്പനിക്ക് വന്നിരിക്കുന്ന ബില്യൺസിന്റെ നഷ്ടമാണ്. കാരണം എന്താ? ഇന്ത്യയിലുള്ള 15-നും 24-നും ഇടയിൽ പ്രായമുള്ള ആൾക്കാരാണ് അതിന്റെ കസ്റ്റമേഴ്സ്. 30 കോടി ആൾക്കാരിൽ ബഹുഭൂരിപക്ഷവും ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നവരായിരുന്നു. ഇപ്പൊ നോക്കുക, പബ്ജി എന്നൊക്കെ പറയുന്ന ഗെയിമിംഗ് ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ പെട്ടിരിക്കുന്ന ആൾക്കാരാണ്. കോടിക്കണക്കിന് വരും അവരുടെ എണ്ണം. മറ്റ് രാജ്യങ്ങളിലൊന്നും, US-ൽ ഈ പറയുന്ന 15-നും 24-നും ഇടയിൽ പ്രായമുള്ള ആൾക്കാരുടെ എണ്ണം വെറും 4 കോടിയേ ഉള്ളൂ. അവരുടെ 30 കോടി ജനസംഖ്യയിൽ 4 കോടി ആൾക്കാർ മാത്രമേ 15-നും 24-നും ഇടയിൽ പെടുന്നുള്ളൂ. ഇന്ത്യയിൽ 130 കോടിയിൽ 30 കോടി ആൾക്കാർ ഇതിൽ പെടുന്നുണ്ട്. അതായത് US-നേക്കാളും 6-7 ഇരട്ടി അധികം ആൾക്കാർ ഈ ഏജ് ഗ്രൂപ്പിൽ ഇന്ത്യയിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ട് ഈ ഏജ് ഗ്രൂപ്പിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. കൂടുതൽ പ്രൊഡക്റ്റും ഈ ഒരു ഏജ് ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഇപ്പോൾ ഈ ഏജ് ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്ത് വരുന്ന പ്രൊഡക്റ്റുകൾക്കൊക്കെ വിജയിക്കാനുള്ള സാധ്യതയും കുറച്ച് കൂടുതലാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, അതിന് റീച്ചും കൂടുതൽ കിട്ടുന്നുണ്ട്. പറഞ്ഞു വരുന്നത് സ്റ്റാർട്ടപ്പുകൾ എങ്ങനെ ഈസിലി വാലിഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നല്ലൊരു ഐഡിയ എങ്ങനെയാണ് നമ്മൾ വാലിഡേറ്റ് ചെയ്ത് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു ഷേപ്പിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടായിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എത്ര പേര് ട്രൂ കോളർ യൂസ് ചെയ്യുന്നുണ്ട്? ആരെങ്കിലും ട്രൂ കോളർ യൂസ് ചെയ്യുന്നുണ്ടോ? യൂസ് ചെയ്തിട്ടുണ്ട്. കുറെ പേര് കൈ ഉയർത്തിയിട്ടുണ്ട്. ഇപ്പൊ ട്രൂ കോളർ നിങ്ങൾ ഉപയോഗിക്കാൻ കാരണം നിങ്ങൾ എവിടെയെങ്കിലും പരസ്യം കണ്ടതുകൊണ്ടാണോ? നിങ്ങൾ എപ്പോഴെങ്കിലും ട്രൂ കോളറിന്റെ ആഡ് കണ്ടിട്ടുണ്ടോ? നോ. പിന്നെ എങ്ങനെയാണ് നമ്മൾ ട്രൂ കോളർ യൂസ് ചെയ്തത്? നമ്മൾ ട്രൂ കോളർ യൂസ് ചെയ്യാനുണ്ടായ കാരണം എന്തായിരുന്നു? ആഡ് കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ്? നമ്മൾ അവരുടെ വെബ്സൈറ്റും കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ട്രൂ കോളർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തുടങ്ങിയത്? ഫ്രണ്ട്സ് സജസ്റ്റ്, പല ആളുകളിൽ നിന്ന് പറഞ്ഞു, ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്തു ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, നല്ല അടിപൊളി ആപ്ലിക്കേഷൻ. യെസ്, നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആൾക്കാർ
നമുക്ക് റെഫർ ചെയ്ത് തന്നു, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഇത് വെച്ച് കഴിഞ്ഞാൽ അനോണിമസ് കോൾസിനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ വിളിക്കുന്ന ആൾക്കാരുടെ ഐഡന്റിറ്റി നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്ന് ആരോ ഉപയോഗിച്ച ആൾക്കാർ നമ്മളടുത്ത് പറയാനുണ്ടായത്. അങ്ങനെയാണ് നമ്മളും ട്രൂ കോളർ യൂസ് ചെയ്തത്. ലോകം മുഴുവൻ ഈ ട്രൂ കോളർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തത് അങ്ങനെ തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, വാട്സപ്പ് ഇതേ പാറ്റേണിലാണ് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയത്. പരസ്യം കണ്ട് ഉപയോഗിച്ചതല്ല. ആരോ വാട്സപ്പ് യൂസ് ചെയ്തു, അവർ നമ്മളടുത്തും പറഞ്ഞു നിങ്ങൾക്ക് വാട്സപ്പ് ഇല്ലേ, ഞാനൊരു മെസ്സേജ് അയക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ വാട്സപ്പ് യൂസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇത്തരം പ്രൊഡക്റ്റുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു സിമ്പിൾ കാര്യം എന്താണെന്നറിയോ? പരസ്യത്തിലൂടെയല്ല ഇങ്ങനത്തെ കമ്പനികൾ വലുതാവുന്നത് അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നത്. ഉപയോഗിച്ച ആൾക്കാർ മറ്റുള്ളവരുടെ അടുത്ത് പറയുന്നത് കൊണ്ടാണ്. ക്ലബ് ഹൗസ് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. നിങ്ങൾക്ക് ഏറ്റവും അധികം കണക്ട് ചെയ്യാൻ പറ്റും. എല്ലാവരും ക്ലബ് ഹൗസിൽ ചിലപ്പോൾ എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും ജോയിൻ ചെയ്തവരോ അല്ലെങ്കിൽ അതിനകത്ത് എൻ്റർ ചെയ്തവരോ ഒക്കെ ആയിരിക്കും. നല്ല ഒരുപാട് ഹെൽത്തി ഡിസ്കഷൻസ് ഉണ്ട്, മോശം ചവറ് ഡിസ്കഷൻസും അതിനകത്ത് നടക്കുന്നുണ്ട്. ഈ ക്ലബ് ഹൗസ് നമ്മൾ ഉപയോഗിച്ചതും ഇതേപോലെയാണ്. അത് ഉപയോഗിച്ച ആൾക്കാർ ആരൊക്കെയോ പറഞ്ഞു ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഓഡിയോയിലൂടെ നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റുന്ന കുറേ സംഭവം, ഒരു പ്ലാറ്റ്ഫോമാണ്. അതിൽ കുറേ മീറ്റിംഗ് റൂമുകളുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും, ഒരു ഓഡിയൻസ് ഉണ്ടാവും, നമ്മൾ പറയുന്നത് കേൾക്കാനുള്ള ആൾക്കാരുണ്ടാവും എന്നൊക്കെ ആരോ നമ്മളടുത്ത് പറഞ്ഞു. ക്ലബ് ഹൗസ് വളരെ പെട്ടെന്നാണ് ഈ ക്ലബ് ഹൗസ് എന്ന് പറയുന്ന കമ്പനി, 1 വർഷമേ ആയിട്ടുള്ളൂ കമ്പനി ലോഞ്ച് ചെയ്തിട്ട്. 1 വർഷമേ ആയിട്ടുള്ളൂ ഈ കമ്പനി ലോഞ്ച് ചെയ്തിട്ട്. ക്ലബ് ഹൗസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ആയിട്ട് 1 വർഷമായിട്ടുള്ളൂ. US ആ കമ്പനി ബേസ് ചെയ്തിരിക്കുന്നത്. ഒരു ഇന്ത്യൻ കോ ഫൗണ്ടർ ഉണ്ടെങ്കിൽ കൂടിയും US ബേസ് ചെയ്തിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. 1 വർഷം കൊണ്ട് ആ കമ്പനി യൂണിക്കോൺ ലിസ്റ്റിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. യൂണിക്കോൺ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ $1 ബില്യൺ വാല്യുവേഷൻ ഉള്ള കമ്പനികളെയാണ് യൂണിക്കോൺ എന്ന് വിളിക്കുന്നത്. യൂണിക്കോൺ എന്ന് പറഞ്ഞാൽ നമ്മളെ ഗ്രീക്ക് പുരാണങ്ങളിൽ ഒറ്റക്കൊമ്പുള്ള ഒരു കുതിരേനെ വിളിക്കുന്ന പേരായിരുന്നു യൂണിക്കോൺ. ആ ഒറ്റക്കൊമ്പുള്ള കുതിരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, അതിന് ഭയങ്കര പവർഫുൾ ആയിരിക്കും. നോ വൺ ക്യാൻ റെസ്ട്രിക്റ്റ്. ഈ കുതിരേനെ ഒരിക്കലും ഒരാൾക്കും തടഞ്ഞു നിർത്താൻ വേണ്ടി പറ്റില്ല. അതായത് ഒരാളെ കൊണ്ട് പിടിച്ചു കെട്ടാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ജീവിയാണ് യൂണിക്കോൺ. അതിനൊരു ഭയങ്കര മനോഹാരിതയുണ്ട്, കാണാനും ഭയങ്കര ഭംഗിയാണ്. കൊമ്പുള്ള കുതിര, പവർഫുൾ ആയ കൊമ്പുള്ള പ്രത്യേകതകളുള്ള ഒരു ജീവി, ഇതാണ് യൂണിക്കോൺ. ആ ഒരു കൺസെപ്റ്റാണ് ഈ സ്റ്റാർട്ടപ്പിലും യൂണിക്കോണുകൾ കമ്പനികൾക്ക് ഉള്ളത്. അവരെ ആരെ കൊണ്ടും തടഞ്ഞു നിർത്താൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ നോക്കിയാൽ മതി, വാട്സപ്പിനെ തടഞ്ഞു നിർത്താൻ ആരെ കൊണ്ടും പറ്റുന്നില്ല, ഫേസ്ബുക്കിനെ തടഞ്ഞു നിർത്താൻ ആരെ കൊണ്ടും പറ്റില്ല. ഇവരുടെ ഒരു ബിസിനസ് മോഡലും അല്ലെങ്കിൽ അവരുടെ ഒരു പ്രവർത്തന രീതിയും ഒക്കെ വളരെ ഡിഫറൻ്റ് ആയിരിക്കും, വളരെ യുണീക്ക് ആയിരിക്കും, വളരെ അട്രാക്റ്റീവും ആയിരിക്കും. മറ്റുള്ളവർക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കര പ്രത്യേകതയുണ്ട് എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. ഒരു യൂണിക്കോൺ കുതിരയുടെ എല്ലാ പ്രത്യേകതകളും ഉണ്ടാവും സ്റ്റാർട്ടപ്പ് യൂണിക്കോണുകൾക്കും. $1 ബില്യൺ വാല്യുവേഷനുള്ള സ്റ്റാർട്ടപ്പുകളെയാണ്, ടെക്നോളജി ബേസ്ഡ് സ്റ്റാർട്ടപ്പുകളെയാണ് യൂണിക്കോൺ കമ്പനികൾ എന്ന് വിളിക്കുന്നത്. ലോകത്തിൽ മുഴുവനായിട്ട് മൊത്തത്തിലെടുത്ത് നോക്കുന്നെങ്കിൽ ഓൾമോസ്റ്റ് 500+ യൂണിക്കോൺ കമ്പനികൾ ഉണ്ട് എന്നാണ് പറയുന്നത്. 500+ യൂണിക്കോൺ കമ്പനികൾ, 500-ലധികം കമ്പനികൾ. ഈ 500-ലധികം കമ്പനികളിൽ ഓൾമോസ്റ്റ് 80% ചൈനയിലും അമേരിക്കയിലുമായിട്ടാണ് കിടക്കുന്നത്. ഈ യൂണിക്കോൺ കമ്പനികളിൽ 80% ഇരിക്കുന്നത് ഒന്നുകിൽ അമേരിക്കയിലാണ് അല്ലെങ്കിൽ ചൈനയിലാണ്. ഈ 500-ൽ ഓൾമോസ്റ്റ് 25-30 കമ്പനികൾ മാത്രമേ ഇന്ത്യയിൽ നിന്നുള്ളൂ. നമ്മൾ ആലോചിച്ച് നോക്കുക, ഇന്ത്യ ഭയങ്കര ബിസിനസ് സംഭവമുള്ള രാജ്യമൊക്കെ തന്നെയാണ്. ഞാൻ പറഞ്ഞു ഇത്രയധികം പോപ്പുലേഷൻ ഉണ്ട്, 30 കോടി യുവാക്കൾ ജീവിക്കുന്ന രാജ്യമാണ് എന്നൊക്കെ പറഞ്ഞു. സ്റ്റിൽ യൂണിക്കോൺ കമ്പനികളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ വെറും 30 കമ്പനികൾ മാത്രമേ ഇന്ത്യയിൽ നിന്നുള്ളൂ. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വരുന്നത്? ഇതിനെ നമുക്കൊരു സർ വോയിസ് ഇഷ്യൂ ഉണ്ടെന്നാണ് സർ. മ്യൂട്ടായി. സോറി. ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും 23 അല്ലെങ്കിൽ 23-30 ഇടയിൽ മാത്രം സ്റ്റാർട്ടപ്പ് കമ്പനികളെ ഉള്ളൂ, ഈ യൂണിക്കോൺ സ്റ്റാർട്ടപ്പ് കമ്പനികളെ ഉള്ളൂ. അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മളിവിടെ മുമ്പേ പറയലുണ്ട്, അമേരിക്കയിൽ 5 വർഷം മുന്നേ നടന്നിരിക്കുന്ന ഡെവലപ്മെന്റുകളാണ് ഇന്ത്യയിൽ 5 വർഷത്തിന് ശേഷം നടക്കുന്നത്. ഇ കൊമേഴ്സ്
അമേരിക്കയിൽ 5 വർഷം മുന്നേ ഇംപ്ലിമെന്റ് ആയിരിക്കുന്ന സിസ്റ്റം അതേ ഇ കൊമേഴ്സ് ആണ് ഫ്ലിപ്കാർട്ട് എന്നുള്ള മോഡലിൽ ഇന്ത്യയിൽ വന്നിരിക്കുന്നത്. ഫ്ലിപ്കാർട്ട് ലോഞ്ച് ചെയ്യുന്നതിനും 5-10 വർഷം മുന്നെയാണ് അമേരിക്കയിൽ ആ ഒരു സിസ്റ്റം ആമസോൺ കൊണ്ടുവന്നതും അതിനെ പോപ്പുലറൈസ് ചെയ്തതും. ഓഡിയോ ബേസ്ഡ് കണ്ടന്റുകൾ അമേരിക്കയിൽ 3-4 വർഷം മുന്നേ തന്നെ പോപ്പുലർ ആയിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, യൂട്യൂബിൽ ഏറ്റവും അധികം വ്യൂസ് ഉള്ളത്, ഓഡിയൻസ് ഉള്ളത് ഇന്ത്യയിൽ നിന്നാണ്. അമേരിക്കയിൽ നിന്ന് യൂട്യൂബിനുള്ള ഓഡിയൻസിന്റെ എണ്ണം വളരെ കുറവാണ്. കാരണം എന്താ, അമേരിക്കക്കാരുടെ ഒരു ലിവിങ് സ്റ്റൈൽ വളരെ മുന്നേ തന്നെ മാറിയിട്ടുണ്ട്. അവർക്ക് ഒരു വീഡിയോയിൽ തന്നെ മെനക്കെട്ടിരുന്ന് നോക്കി ഒരു വീഡിയോ കണ്ടന്റ് കൺസ്യൂം ചെയ്യാനുള്ള സമയം അവർക്കില്ല. ഇപ്പൊ ഇന്ത്യയിലേക്കും ആ ഒരു കൾച്ചർ വന്നുകൊണ്ടിരിക്കുന്നു. 5 വർഷം മുന്നേ അവിടെ നടന്ന സംഭവം 5 വർഷത്തിന് ശേഷം ഇന്ത്യയിൽ നടന്നിരിക്കുന്നു. ഈ ക്ലബ് ഹൗസിലൂടെ അല്ലെങ്കിൽ മറ്റ് പോഡ്കാസ്റ്റ് ആപ്ലിക്കേഷനുകളിലൂടെ. ചില ആൾക്കാർ ഐഡിയ വാലിഡേഷന് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാറുണ്ട്. US അല്ലെങ്കിൽ അതുപോലത്തെ കൺട്രികളിൽ വളരെ മുന്നേ നടന്നിരിക്കുന്ന സംഭവങ്ങളെ എടുത്ത് ഇന്ത്യയിലേക്ക് അതേപടി റെപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രവണത നമുക്ക് നമ്മളുടെ സ്റ്റാർട്ടപ്പ് കമ്പനികളെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. തെറ്റൊന്നുമല്ല, നല്ല കാര്യമാണ്. കേരളത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നിങ്ങൾ ജസ്റ്റ് ചാറ്റിൽ റിപ്ലൈ ചെയ്യുക, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്റർനാഷണൽ അതായത് എബ്രോഡ് ഉള്ള ഫോറിൻ ബേസ് ചെയ്തിരിക്കുന്ന സ്റ്റാർട്ടപ്പ് കമ്പനി ഏതാണ്? ഇന്ത്യക്ക് വെളിയിലുള്ള ഫോറിൻ സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിരിക്കുന്ന കമ്പനി ഏതാണ്? ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുമോ? എല്ലാവർക്കും ഉണ്ടാവും, ആമസോൺ അല്ലെങ്കിൽ ടെസ്ല എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമ്പനി ഏതാണ്? നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ക്ലബ് ഹൗസ് ഇന്ത്യക്ക് പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ആമസോൺ ഇന്ത്യക്ക് പുറത്തുള്ള ടെസ്ല, അപ്പൊ അങ്ങനെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരുപാട് ബിസിനസ്സുകൾ. ഞാൻ നേരത്തെ പറഞ്ഞു ട്രൂ കോളർ, അവരുടെ ആ പ്രൊഡക്റ്റും അവരുടെ ആ ബിസിനസ് മോഡലും ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലായിരിക്കും ഇവരൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള കമ്പനികൾ, ഒരുപാട് കമ്പനികൾ നമുക്ക് ഇഷ്ടപ്പെട്ടതുണ്ട്. കേരളത്തിന് പുറത്തുള്ള, ഇന്ത്യക്കകത്തുള്ള, ഓക്കെ, അതായത് കേരളത്തിന് പുറത്തുള്ള സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണ്? കേരളത്തിന് പുറത്ത് വർക്ക് ചെയ്യുന്ന സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ നിങ്ങളുടെ ഫേവറേറ്റ് കമ്പനി ഏതാണ്? സ്റ്റാർട്ടപ്പുകൾ ഇഷ്ടംപോലെ കമ്പനികൾ ഉണ്ടല്ലോ ഇന്ത്യയിൽ. കേരളത്തിന് പുറത്തുള്ളത്, കേരളത്തിനകത്തുള്ളതല്ല, കേരളത്തിന് പുറത്തുള്ളത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരുപാട് കമ്പനികൾ ഉണ്ടല്ലോ, ഒരുപാട് കമ്പനികൾ കേരളത്തിന് പുറത്ത് സ്റ്റാർട്ടപ്പ് കമ്പനികളുണ്ട്. കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? കേരളത്തിന് പുറത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് ബ്രാൻഡിന്റെ പേര് പറയാവോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും കേരളത്തിന് പുറത്തുള്ള, ഞാൻ കണക്റ്റഡ് അല്ലേ, കേൾക്കുന്നില്ലേ? എനിക്ക് റെസ്പോൺസ് ഒന്നും കിട്ടുന്നില്ല. സർ ചാറ്റിൽ വരുന്നുണ്ട് സർ. ഓക്കെ ഓക്കെ ഓക്കെ. സൊമാറ്റോ, ഓല ക്യാബ്സ്, ഷെയിൻ, ഓക്കെ, ഇങ്ങനെ കുറെ കമ്പനികളുണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, കേരളത്തിനകത്തുള്ള സ്റ്റാർട്ടപ്പ് കമ്പനികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾക്കൊരു ഫേവറേറ്റ് സ്റ്റാർട്ടപ്പ് ഉണ്ടാവോ? അങ്ങനെ ഒരു സാധനം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് റെസ്പോണ്ട് ചെയ്യുക? ഇപ്പൊ സൊമാറ്റോ, ഓല, ഓയോ, ബൈജൂസ്, ഇങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്. എനോർമസ് ആയിട്ടുള്ള വെൽത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളുണ്ട്. കേരളത്തിനകത്തുള്ള നിങ്ങളുടെ ഒരു ഫേവറേറ്റ് സ്റ്റാർട്ടപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ പറയാൻ ബുദ്ധിമുട്ടാണല്ലേ? ഇപ്പൊ കുറച്ച് പേര് ബൈജൂസ് എന്ന് പറയും. ബൈജൂസ് കേരളത്തിനകത്ത് നിന്നല്ലല്ലോ പ്രവർത്തിക്കുന്നത്. ബൈജൂസ് കേരളവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മെറി ആപ്സ് എന്താണ് എന്ന് എനിക്കറിയില്ല. ഓക്കെ, ബൈജൂസ് അല്ലെങ്കിൽ ബിഗ് ബാസ്ക്കറ്റിന്റെ ഹരി മേനോൻ ഫൗണ്ട് ചെയ്തിരിക്കുന്ന ബിഗ് ബാസ്ക്കറ്റ് പോലുള്ള കമ്പനികൾ യൂണിക്കോൺ ലിസ്റ്റിൽ വന്നിരിക്കുന്ന ഇന്ത്യൻ കമ്പനികളിൽ ചുരുക്കം മലയാളികളുടെ കമ്പനികളാണ്. ബൈജൂസ്, അതുപോലെ ഹരി മേനോന്റെ ബിഗ് ബാസ്ക്കറ്റ്. പക്ഷെ ഇവരൊന്നും കേരളത്തിൽ നിന്നല്ല ഫംഗ്ഷൻ ചെയ്യുന്നത്, ഇവരൊക്കെ ബാംഗ്ലൂരിൽ നിന്നാണ്. യൂണിക്കോൺ ലിസ്റ്റിൽ
ഉള്ള സ്റ്റാർട്ടപ്പുകൾ ഞാൻ നേരത്തെ പറഞ്ഞു $1 ബില്യൺ വാല്യുവേഷൻ ഉള്ള കമ്പനികളിൽ ഇന്ത്യയിൽ നിന്ന് 30ഓളം കമ്പനികളുണ്ട്. പക്ഷെ അതിലൊന്നും തന്നെ കേരളത്തിൽ നിന്ന് ഫംഗ്ഷൻ ചെയ്യുന്നതില്ല. ഇവരെല്ലാം തന്നെ ഒന്നുകിൽ ഡൽഹി ആയിരിക്കും, ബോംബെ ആയിരിക്കും, അല്ലെങ്കിൽ ബാംഗ്ലൂർ ആയിരിക്കും, അല്ലെ ഗുർഗാവനായിരിക്കും. ഇതൊന്നും തന്നെ കേരളത്തിലില്ല. കേരളത്തിൽ ഈ സ്റ്റാർട്ടപ്പുകളോടുള്ള അല്ലെങ്കിൽ ബിസിനസ്സുകളോടുള്ള നമ്മുടെ സൊസൈറ്റീൻ്റെ, നമ്മുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെ വളരെ വിയേർഡാണ്, അല്ലെങ്കിൽ വളരെ മോശമാണ് എന്ന് പറയേണ്ടി വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ MBA MCA ഒക്കെ കഴിഞ്ഞ ശേഷം ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു എന്ന് വീട്ടിൽ പറയുമ്പോഴുള്ള റെസ്പോൺസ് എന്തായിരിക്കും? സമ്മതിക്കോ? എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, 99% ആൾക്കാരെയും വീട്ടിൽ നിന്ന് സമ്മതിക്കില്ല. ഞാനൊരു ബിസിനസ് തുടങ്ങാനാണ് പോകുന്നത്, ഇനി ഞാനൊരു സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങാൻ പോവുകയാണ്, നിങ്ങൾ പൈസ ഒന്നും തരണ്ട, ഞാൻ എൻ്റെ കയ്യിലുള്ള പൈസയൊക്കെ വെച്ചിട്ട് തന്നെ തുടങ്ങിക്കോളും, അല്ലെങ്കിൽ വേറെ എവിടെ നിന്നൊക്കെ പൈസ സംഘടിപ്പിച്ചോളും, ഞാനിങ്ങനെ കമ്പനി തുടങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ വീട്ടുകാരെടുക്കുന്നതായിരിക്കും ആദ്യം എതിർപ്പ് വരുന്നത്. പിന്നീട് നാട്ടുകാരെടുത്തുനിന്ന് വരും എതിർപ്പ്. നമ്മുടെ സൊസൈറ്റി ഇനി മാറിയിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം കൺവിൻസ് ചെയ്യേണ്ടത് നമ്മുടെ പാരൻസിനെ തന്നെയാണ്. ബിസിനസ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ പടവെട്ടേണ്ടത് നമ്മളുടെ പാരൻസിന്റെ അടുത്താണ് എന്നുള്ള വളരെ അപൂർവമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് കേരളത്തിലുള്ളത്. ഇതൊക്കെ കൊണ്ടാണ് കേരളത്തിൽ ഈ ബിസിനസ്സുകാരെ ആരാധിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ബിസിനസ്സുകാർക്ക് കിട്ടുന്ന റെസ്പെക്റ്റ് വളരെ കുറവാണ്. ബിസിനസ്സുകാരെ കള്ളന്മാരായിട്ടും അല്ലെങ്കിൽ കൊള്ളക്കാരായിട്ടും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. അംബാനി, അദാനി, അല്ലെങ്കിൽ ബൈജു രവീന്ദ്രൻ എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മളെന്തോ അവർ നമ്മളെ കൊള്ളയടിക്കുന്ന ആൾക്കാർ എന്നുള്ളൊരു ഫീലിംഗ് ആണ് നമുക്ക് പൊതുവെ സൊസൈറ്റിയിൽ ജനറേറ്റ് ആവുന്നത്. നമ്മുടെ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് വളരെ മോശമാണ്, വളരെ നെഗറ്റീവാണ് ബിസിനസ്സിനോടുള്ള, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകളോട്. ആരെങ്കിലും അംഗീകരിച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇയാൾ ഭയങ്കര സംഭവമാണ് എന്ന് പറയും. വല്ല അമേരിക്കയിലോ എവിടെയെങ്കിലും ഒരു സ്കോളർഷിപ്പ് എടുത്ത് അമേരിക്കയിലോ മറ്റോ പോയി അവിടെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ ആഘോഷിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ വീട്ടുകാരൊക്കെ എല്ലാവരോടും പൊക്കി പറയും, ഓ എൻ്റെ മോൻ അമേരിക്കയിൽ പോയിട്ടുണ്ട് കേട്ടോ, എന്നിട്ട് ബിസിനസ് ഒക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ട്, പത്രത്തിലൊക്കെ ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആഘോഷിക്കാൻ ഒരുപാട് ആൾക്കാർ വരും. അപ്പോൾ വി നീഡ് വാലിഡേഷൻ ഫ്രം ഔട്ട്സൈഡ്. നമ്മളെ നാട്ടിൽ നിന്നിട്ട് ബിസിനസ് ഗ്രോ ചെയ്യാൻ പറ്റില്ല എന്നൊരു കൺസെപ്റ്റ് പൊതുവെ ഇവിടെ ഉണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അജിത് ബാലകൃഷ്ണൻ എന്ന് പറയേണ്ടി വരും. ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ഫൗണ്ടർമാരിൽ ആദ്യകാലത്ത് വന്നിരിക്കുന്ന സ്റ്റാർട്ടപ്പുകളിൽ ഒന്ന് അജിത് ബാലകൃഷ്ണൻ എന്ന് നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. യങ്ങർ ജനറേഷൻ കേട്ടിട്ടുണ്ടാവാൻ സാധ്യത കുറവാണ്. അജിത് ബാലകൃഷ്ണൻ റെഡീഫ്.com എന്ന് പറയുന്ന ഒരു കമ്പനി ഫൗണ്ട് ചെയ്തിരിക്കുന്ന അജിത് ബാലകൃഷ്ണൻ ആക്ച്വലി കണ്ണൂരിൽ നിന്നുള്ള ആളാണ്. അയാള് മലയാളിയാണ്. പക്ഷെ പുള്ളി ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പുള്ളിക്ക് അമേരിക്കയിൽ പോകേണ്ടി വന്നു. അമേരിക്കയിൽ പോയി ആ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് പുള്ളി ഇന്ത്യയിൽ തിരിച്ചു വന്ന്, ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരോ ബോംബെയിലോ എവിടെയോ തിരിച്ചു വന്ന് അവിടെ വെച്ചാണ് ആ കമ്പനി ഓപ്പറേറ്റ് ചെയ്തത്. കേരളത്തിലേക്ക് തിരിച്ചു വരാൻ നിന്നിട്ടില്ല. സമൂഹത്തിന്റെ കാഴ്ചപ്പാട്, ഒരുപക്ഷെ കേരളത്തിലാണ് അയാളത് ചെയ്തതെങ്കിൽ അയാൾ ഈ ലെവലിലേക്ക് എത്തുമായിരുന്നില്ല. ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ഫൗണ്ടറാണ്, കേരളത്തിൽ നിന്നാണ്. എന്നിട്ടും നമുക്ക് കേരളത്തിൽ നിന്ന് റിമാർക്കബിൾ ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് പ്രൊഡക്റ്റുകൾ വരുന്നില്ല. മലയാളികൾ തന്നെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ ബാംഗ്ലൂരിലേക്ക് പോകേണ്ട സിറ്റുവേഷൻ വരുന്നു. എന്തുകൊണ്ടാണ്? ക്ലൗഡ് റിസോഴ്സുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ബാംഗ്ലൂർ കിട്ടുന്ന പോലെ തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. എന്നിട്ടും അവിടങ്ങളിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. സൊസൈറ്റീൻ്റെ കാഴ്ചപ്പാട് മാറാത്തത് കൊണ്ടാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ഐഡിയ വാലിഡേഷൻ ചെയ്യുമ്പോൾ നമ്മൾ കുറേ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ചോദിക്കണം, നേരിട്ട് ചോദിക്കണം, ഈ പ്രൊഡക്റ്റ് ഞാൻ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി തന്നാൽ നിങ്ങളത് ഉപയോഗിക്കുമോ എന്ന് ചോദിക്കുക, നേരിട്ട് ചോദിക്കുക. അപ്പോൾ അവർ പറയും എനിക്ക് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കാം. അപ്പോൾ ഉപയോഗിച്ചാൽ മാത്രം പോരാ, ഇതിന് മറ്റൊരു സൈഡും കൂടിയുണ്ട്. ഓക്കെ, ഞാനൊരു പ്രൊഡക്റ്റ്, നിങ്ങളുടെ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമായിട്ട് ഞാനൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തരാം, പക്ഷെ അതിന് ഇത്ര രൂപ കൊടുക്കണം, 500 രൂപ കൊടുക്കണം. 500 രൂപക്ക് ഈ സൊല്യൂഷൻ നിങ്ങൾ യൂസ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് പറയും? യെസ് പറയോ, നോ പറയോ? ഞാൻ 2 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ജനങ്ങളുടെ ഒരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ. ഓക്കെ, ആ പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ നമ്മളൊരു പ്രൊഡക്റ്റ് ആക്കിയിട്ട് തന്നു കഴിഞ്ഞാൽ ജനങ്ങൾ ആ പ്രൊഡക്റ്റിനെ സ്വീകരിക്കുമോ?
കസ്റ്റമറോടാണ് ചോദിക്കുന്നത്, നിങ്ങളുടെ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ, ഞാനൊരു പ്രൊഡക്റ്റ് ഇതിനുള്ള സൊല്യൂഷൻ ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങളത് സ്വീകരിക്കുമോ, ആ സൊല്യൂഷൻ യൂസ് ചെയ്യുമോ? ചിലപ്പോൾ യെസ് പറഞ്ഞേക്കാം. നെക്സ്റ്റ് ചോദ്യം ചോദിക്കുക, ആ സൊല്യൂഷൻ യൂസ് ചെയ്യുന്നതിന് ഇത്ര രൂപ കൊടുക്കണം, 500 രൂപ കൊടുക്കണം, അല്ലെങ്കിൽ 1000 രൂപ കൊടുക്കണം, നിങ്ങളത് യൂസ് ചെയ്യുമോ? ഈ 2 ചോദ്യങ്ങൾ ചോദിക്കുന്നതിനെയാണ് പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ്. നമ്മളുടെ ബിസിനസ് ഐഡിയക്ക് ഒരു മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ടോ, ദെൻ വെദർ ദ മാർക്കറ്റ് ഈസ് റെഡി ടു പേ ഫോർ അവർ സൊല്യൂഷൻ. ഈ 2 കാര്യങ്ങൾ, നമ്മളുടെ പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ നമ്മളുടെ ഈ സൊല്യൂഷന് ഒരു മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ടോ, രണ്ടാമത് ആൾക്കാർ ഈ സൊല്യൂഷൻ യൂസ് ചെയ്യുന്നതിന് പേ ചെയ്യാൻ തയ്യാറാണോ, ഈ 2 കാര്യങ്ങൾ ഒത്തുചേർന്ന് വരികയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ആ പ്രൊഡക്റ്റിനെ, ആ ഐഡിയനെ ഒരു പ്രൊഡക്റ്റ് ആക്കി മാറ്റാം. എന്നിട്ട് അത്രയും രൂപ കൊടുത്ത് മാർക്കറ്റിൽ ഇറക്കാം, അത്രയും രൂപ ഫിക്സ് ചെയ്തിട്ട് മാർക്കറ്റിലേക്ക് ഇറക്കാം. ഇതിന് പറയുന്ന പേര് പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് എന്നാണ്. അതായത് മാർക്കറ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സൊല്യൂഷൻ ആണോ ഇത്, മാർക്കറ്റ് പേ ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണോ ഇത്. ഈ 2 കാര്യങ്ങൾ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് എന്ന് പറയും. ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ശരിയല്ലെങ്കിൽ നമ്മൾ ഇനി എന്തൊക്കെ ഗിമ്മിക്കുകൾ കാണിച്ചാലും, എന്ത് സർക്കസ് കാണിച്ചാലും നമുക്ക് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റില്ല, നമ്മളെ പ്രൊഡക്റ്റിനെ വിജയിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ഇന്ന് കാണുന്ന ഏത് പ്രൊഡക്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ശരിയാണെങ്കിൽ മാത്രമേ അവർ വിജയിച്ചിട്ടുണ്ടാവുള്ളൂ. ഞാനൊരു സ്റ്റോറി പറയാം. നമ്മൾ ഇന്നോവേഷൻ, സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ മാർക്കറ്റ് ഡിസ്റപ്ഷൻ എന്നൊക്കെ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ്. ഒരു മാർക്കറ്റിനെ അടിമുടി മാറ്റുന്ന പരിപാടിക്ക് പറയുന്ന പേരാണ് മാർക്കറ്റ് ഡിസ്റപ്ഷൻ. കസ്റ്റമേഴ്സിന്റെ സ്വഭാവത്തിനെ അടിമുടി മാറ്റുന്ന ഒരു പ്രോസസ്സിനെയാണ് മാർക്കറ്റ് ഡിസ്റപ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ പല ഇതിനകത്തൊക്കെ പരിപാടികളിലൊക്കെ കണ്ടിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ വായിച്ചിട്ടുണ്ട്. ഓല ക്യാബ് വന്നപ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഊബർ വന്നപ്പോഴത്തേക്ക് അതുവരെ എക്സിസ്റ്റിംഗ് ആയിരുന്ന ടാക്സി ബുക്കിംഗ് സിസ്റ്റം മാറി, അതിനെ ഡിസ്റപ്റ്റ് ചെയ്തുകൊണ്ട് അടിമുടി മാറ്റിക്കൊണ്ട് ഊബർ എന്ന് പറയുന്ന ഒരു ടെക്നോളജി ബേസ്ഡ് കമ്പനി വന്നു, മാർക്കറ്റിനെ ഡിസ്റപ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്, ഉടച്ചു വാർത്തു. ഈ മാർക്കറ്റിനെ ഉടച്ചു വാർക്കുന്നതിന് ഒരുപാട് ടെക്നോളജീൻ്റെയോ അല്ലെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റിന്റെയോ ആവശ്യം സാധാരണ വരാറില്ല. ഞാനൊരു ചെറിയൊരു സ്റ്റോറി പറയാം. കഥ കേൾക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? കഥ കേൾക്കുന്നത് ഇഷ്ടമല്ലേ? എനിക്കൊന്നും ഇങ്ങോട്ട് റെസ്പോൺസ് കിട്ടുന്നില്ല. യെസ്, ഓക്കെ. നമ്മൾ ഇന്ത്യയിലെ നല്ല ലോകത്തിലെ തന്നെ FMCG മാർക്കറ്റിൽ, FMCG എന്ന് പറഞ്ഞാൽ എന്താ? ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്. സോപ്പ്, ടൂത്ത് പേസ്റ്റ്, അല്ലെങ്കിൽ ബ്രെഡ്, അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ്, അല്ലെങ്കിൽ ബിസ്ക്കറ്റ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഫാസ്റ്റ് ആയിട്ട് ആൾക്കാർ കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് വാങ്ങി ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളെയാണ് FMCG പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത്. ലോകത്തിലെ FMCG മാർക്കറ്റിനെ ഡിസ്റപ്റ്റ് ചെയ്ത ഒരു കണ്ടുപിടുത്തം വന്നിരിക്കുന്നത് ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു സാധാരണ ഒരു ഗ്രാമീണൻ, ഒരു തമിഴന്റെ ബുദ്ധിയിൽ നിന്നാണ്. ആ ഇന്നോവേഷൻ എന്താണെന്ന് അറിയോ? ഒരു ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് ആണ്. നമ്മളെ ഷാംപൂ ഇല്ലേ, ഷാംപൂ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ഇന്ന് മാർക്കറ്റിൽ ചെറിയ ഷോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഷാംപൂ മാലയാക്കിയിട്ട് കോർത്ത് വെച്ചിരിക്കുന്നത് കാണാം. സാഷേ പാക്കറ്റുകൾ കണ്ടിട്ടുണ്ടല്ലേ? നമ്മളെല്ലാവരും, മിക്ക ആൾക്കാരും ഷാംപൂ വാങ്ങുമ്പോൾ ഈ 1 രൂപയുടെ സാഷേ പാക്കറ്റുകളാണ് വാങ്ങുന്നത്. ചില ആൾക്കാർ മുടി കഴുകാൻ വാങ്ങാറുണ്ട്, ചില ആൾക്കാർ വണ്ടി കഴുകാൻ വാങ്ങാറുണ്ട്. ഈ 1 രൂപയുടെ ഷാംപൂ പാക്കറ്റുകൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരുള്ള ചിന്നി കൃഷ്ണൻ എന്ന പേരിലുള്ള ഒരു തമിഴനാണ്. അയാൾ അന്ന്, അതായത് 1970s, ആ കാലത്ത് അയാൾ ഐഡന്റിഫൈ ചെയ്ത ഒരു പ്രോബ്ലം എന്തായിരുന്നു എന്നറിയോ? ആ കാലത്ത് ഷാംപൂ പോലത്തെ തല കഴുകാൻ ഉപയോഗിക്കുന്ന ഇങ്ങനത്തെ ഈ പ്രൊഡക്റ്റുകൾ അന്നേ ഉണ്ട്, ഷാംപൂകളൊക്കെ മാർക്കറ്റിലുണ്ട്. പക്ഷെ ഹിന്ദുസ്ഥാൻ ലിവർ പോലുള്ള വൻകിട കമ്പനികൾ പുറത്തിറക്കുന്ന ഷാംപൂ ഒക്കെ ഒരു ബോട്ടിലിന്, അന്ന് ഇപ്പൊ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരു ചെറിയ 100 ml ബോട്ടിലിന് ഷാംപൂവിന് എത്ര വിലയുണ്ട്? 100 രൂപ, 80 രൂപയൊക്കെ വിലയുണ്ട്. നമ്മൾ പലരും ഈ 80 രൂപ കൊടുത്ത് ഷാംപൂ വാങ്ങുന്നത് ഇപ്പൊ തന്നെ ഭയങ്കര നമുക്ക് ഇഷ്ടമല്ലാത്തൊരു പ്രോസസ്സാണ്. ഇപ്പൊ പണ്ട് കാലത്ത് 1979 തന്നെ ഈ വലിയ ബോട്ടിൽ ഷാംപൂകൾ വലിയ കോസ്റ്റ്ലി ആയിരുന്നു. അത് കാരണം പല ആൾക്കാരും അതൊന്നും ഉപയോഗിക്കാറില്ല.
സാധാരണക്കാരായ ആൾക്കാർ അല്ലെങ്കിൽ മിഡിൽ ഇൻകം ആയിട്ടുള്ള ആൾക്കാർ ഇതൊന്നും ഉപയോഗിക്കാറില്ല. കാരണം അതിന്റെ വില കൂടുതലാണ് കാരണം. പക്ഷെങ്കിൽ ഇവരൊക്കെ ഈ ഷാമ്പു ആഴ്ചയിൽ ഒരിക്കൽ കിട്ടിയാൽ ഉപയോഗിക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുമാണ്. ആഴ്ചയിൽ ഒരിക്കൽ ഷാമ്പു ഉപയോഗിച്ചാൽ നല്ലതാണ് എന്ന തോന്നലുണ്ട്, പക്ഷെ അത്രയും പൈസ കൊടുക്കാനും പറ്റില്ല. ഇത് മനസ്സിലാക്കിയിട്ട് ചിന്നി കൃഷ്ണൻ എന്ത് ചെയ്തു എന്നറിയോ? ചെറിയ കുഞ്ഞ് പ്ലാസ്റ്റിക് ട്യൂബിനകത്ത് ഷാമ്പു നിറച്ച് 50 പൈസ 25 പൈസ ഒക്കെ മറ്റോ ആ കാലത്ത് മാർക്കറ്റിൽ ഇറക്കി അതിന് ചെറിയ ഷോപ്പുകളിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തി. അയാൾക്ക് നല്ല റെസ്പോൺസ് കിട്ടി. ഒരുപാട് ആൾക്കാർ ആ പ്രൊഡക്റ്റ് വാങ്ങി. ഒരു തവണ മാത്രം ഉപയോഗിക്കാവുന്ന അത്രയും ക്വാണ്ടിറ്റി, അത്രയും ചെറിയ പൈസക്ക് മാർക്കറ്റിൽ ഇറക്കിയപ്പോഴത്തേക്ക് അത് ഭയങ്കര സൂപ്പർ ഹിറ്റായി മാറി. ഇയാൾ ഇറക്കിയ ആ കമ്പനിയുടെ പേരാണ്, ഇയാൾ അന്ന് സ്റ്റാർട്ട് ചെയ്ത ആ കമ്പനിയുടെ പേരാണ് ചിക്ക്, CHIK. കണ്ടിട്ടുണ്ടോ? ചിക്ക് ഷാംപൂ. യെസ്, കണ്ടിട്ടുമുണ്ട്. കുറച്ച് പേരെങ്കിലും യൂസ് ചെയ്തിട്ടുമുണ്ട്. ചിക്ക് ഷാംപൂ. ചിന്നി കൃഷ്ണൻ, CK. ഈ ചിന്നി കൃഷ്ണൻ സ്റ്റാർട്ട് ചെയ്ത അന്ന് ചെറിയ സാഷയിൽ സ്റ്റാർട്ട് ചെയ്ത ആ കമ്പനിയാണ് ചിക്ക് എന്ന് പറയുന്ന കമ്പനി. ഈ ചിക്ക് ഷാംപൂ ഇന്ത്യയിൽ മുഴുവൻ വ്യാപകമായത് അതിന് ശേഷമാണ്. മറ്റുള്ള വൻകിട കമ്പനികൾ ലൈക്ക് വിപ്രോ പോലുള്ള അല്ലെങ്കിൽ ITC പോലുള്ള യൂണിലിവർ പോലുള്ള കമ്പനികൾ ഇങ്ങനെ ഒരു സംഭവത്തിന് സാധ്യതയുണ്ട്, നമ്മൾ ബോട്ടിലിൽ ഇറക്കിയാൽ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഈ സാഷേ പാക്കറ്റുകൾ വാങ്ങി കൺസ്യൂം ചെയ്യും എന്ന് മനസ്സിലാക്കിയതും ഈ കമ്പനികളൊക്കെ ഇതിലേക്ക് ശ്രദ്ധ മാറ്റിയതും. ഇന്ന് ഇന്ത്യയിലെ ഷാംപൂ മാർക്കറ്റിന്റെ ഓൾമോസ്റ്റ് 90% ഈ സാഷേ പാക്കറ്റുകളിലൂടെയാണ് വിൽക്കുന്നത്. നോക്കൂ, ഒരു മാർക്കറ്റ് ഡിസ്റപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇന്നോവേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഭയങ്കര റോബോട്ടിക്സും ഒന്നും ഉപയോഗിക്കാത്ത ഒരു ചെറിയൊരു കൺസെപ്റ്റിൽ നിന്നാണ്, വളരെ ചെറിയൊരു ചിന്തയിൽ നിന്നാണ് ഒരു മാർക്കറ്റിനെ മൊത്തം അടിമുടി മാറ്റിയ ഒരു കണ്ടുപിടുത്തം വരുന്നത്. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് ഐഡിയകൾ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റ് പറയുന്നത് നമ്മളൊരു കൺസ്യൂമറിന്റെ സൈഡിൽ നിന്നുകൊണ്ട് ചിന്തിക്കണം എന്നുള്ളതാണ്. ഒരു ഉപഭോക്താവിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരു പ്രൊഡക്റ്റിനെ നോക്കി കാണാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ, അങ്ങനെ സാധിച്ചാൽ നമുക്ക് ഏറ്റവും നല്ല ഇന്നോവേഷൻസ് പല മേഖലയിലും കൊണ്ടുവരാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. ഞാനൊരു ഇക്വേഷൻ പറഞ്ഞുതരാം. ചില കാര്യങ്ങൾ മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, ഓക്കെ, നിർബന്ധമായും ചെയ്യേണ്ടുന്ന പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ സൊല്യൂഷൻസ് ഉപയോഗിച്ച് ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര മടുപ്പും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആൾക്കാർ അൺഹാപ്പി ആണെങ്കിൽ, there is a scope of innovation. അവിടെ ഒരു ബിസിനസ് സാധ്യതയുണ്ട്. ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. അതായത് ആൾക്കാർക്ക് മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ടുന്ന ഒരു സംവിധാനം, ഒരു പ്രൊഡക്റ്റ് മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യം ഉണ്ട്. ആ കാര്യം ചെയ്യുന്നതിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും, നിലവിൽ ആ കാര്യം ചെയ്യുന്നത് വളരെ അൺപ്ലസന്റ് ആയിട്ടുള്ള, അൺഹാപ്പി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നിലവിൽ എങ്കിൽ, there is a scope of innovation. അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു പുതിയ സംവിധാനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഹിറ്റ് ആവാനുള്ള, അത് കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നോവേഷൻ എന്ന് പറയുന്നതിന്, അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റാർട്ടപ്പ് ഐഡിയ ഉണ്ടാക്കുന്നതിന് വലിയ ടെക്നോളജിയും വലിയ മുതൽ മുടക്കും ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞു, ജനങ്ങളെ ഉപഭോക്താവിന്റെ മനസ്സിൽ നിന്ന്, ഉപഭോക്താവിന്റെ കണ്ണിലൂടെ മാർക്കറ്റിനെ ഒന്ന് നോക്കി കണ്ടാൽ മാത്രം മതിയാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, ഞാൻ ഓൾറെഡി ടൈം എക്സീഡ് ആയിപ്പോയി, നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ കേട്ടാ. എത്ര പേര് സ്റ്റാർട്ടപ്പുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡിയകൾ ഉള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഇത് കോളേജ് കഴിഞ്ഞ ശേഷമോ അല്ലെങ്കിൽ ഫ്യൂച്ചർ കുറേ നാൾ കഴിഞ്ഞ ശേഷമോ ഒക്കെ എന്തെങ്കിലും ബിസിനസ്സിലേക്ക് ഇറങ്ങണം എന്ന് വിചാരിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഒന്ന് കമന്റ് ചെയ്യാവോ? വേഗം ഒന്ന് റെസ്പോണ്ട് ചെയ്തോളൂ. നിങ്ങൾ എന്തെങ്കിലും ഐഡിയാസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ
ഇൻ കേസ് കൺസൾട്ടേഷൻ ആരെങ്കിലും ഒരു സപ്പോർട്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളുടെ ഫാക്കൽറ്റീസ് ഉണ്ട്, അവരെയൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. നമ്മൾ കോളേജിൽ ഇരുന്നു കൊണ്ട് നമുക്ക് കിട്ടുന്ന ഫ്രീ ആയിട്ട് കിട്ടുന്ന റിസോഴ്സുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ തന്നെ നമുക്ക് നല്ല മനോഹരമായ രീതിയിൽ എന്തെങ്കിലും ബിസിനസ്സിനെ ബിൽഡ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഫാക്കൽറ്റീസിന്റെ എക്സ്പെർട്ടൈസുകൾ യൂസ് ചെയ്യണം. കോളേജിൽ നിന്നുള്ള പരമാവധി ഓൺലൈനായിട്ട് നമുക്ക് കിട്ടുന്ന, കോളേജിൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കോളേജിൽ ഇൻക്യുബേറ്ററുകളൊക്കെ ഉണ്ടാവുമായിരിക്കും, ചിലപ്പോൾ IEDC സംവിധാനങ്ങൾ ഉണ്ടാവും. അതിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു നല്ല പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഈ അടുത്ത് കേരളത്തിൽ നിന്ന് പല കോളേജുകളിൽ നിന്നായിട്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ള നല്ല സ്റ്റാർട്ടപ്പ് ഐഡിയകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഫണ്ടിങ് ഒക്കെ കിട്ടി നല്ല രീതിയിൽ ഇന്റർനാഷണലി അറിയപ്പെടുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. എറണാകുളത്തും തൃശ്ശൂരും ഒക്കെയുള്ള 1-2 കോളേജുകളിൽ നിന്നൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതേ ഉള്ളൂ ഇതൊക്കെ. നമ്മൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, ജനങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ, നിർബന്ധമായും ചെയ്യാൻ നിർബന്ധിതരായ ഒരുപാട് കാര്യങ്ങൾ. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാനിപ്പോ കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടും വേണ്ടുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷെ അവരതിൽ അൺഹാപ്പിയും ആണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. കുഞ്ഞു കുട്ടികളുടെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെ കോളേജിലുള്ള ആൾക്കാരല്ല, ചെറിയ കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സുകൾ അത്ര എൻജോയ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അവരതിൽ അൺഹാപ്പിയുമാണ്. അവർ മാൻഡേറ്ററി ആയിട്ട് അത് എടുക്കണം, പക്ഷെ ആ സിറ്റുവേഷനിൽ അവർ അൺഹാപ്പിയുമാണ്. അങ്ങനെയാണ് ഞാൻ അതിൽ വിചാരിക്കുന്നത്, ദർ ഈസ് എ സ്കോപ്പ് ഓഫ് ഇന്നോവേഷൻ. ആസ് എ ബിഗിനർ, വാട്ട് കംസ് ആഫ്റ്റർ ദ പ്രൊഡക്റ്റ് ഡിമാൻഡ് വാലിഡേഷൻ. പ്രൊഡക്റ്റ് വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ MVP എന്ന് പറയും, മിനിമം വയബിൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കണം. ഒരു ഐഡിയ വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു MVP ഡെവലപ്പ് ചെയ്യണം, മിനിമം വയബിൾ പ്രൊഡക്റ്റ്. മിനിമം വയബിൾ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം ഫീച്ചേഴ്സ് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ പ്രൊഡക്റ്റിനെ കുറഞ്ഞ ചെലവിൽ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് കുറച്ച് യൂസേഴ്സിന്റെ അടുത്തേക്ക് കൊടുക്കണം. എന്നിട്ട് പറയണം, ഇതാ നിങ്ങളുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, ഇതൊന്ന് യൂസ് ചെയ്യണം എന്ന് പറയാം, ഫ്രീ ഓഫ് കോസ്റ്റ്. MVP സ്റ്റേജ് എന്നാണ് പറയുന്നത്, മിനിമം വയബിൾ പ്രൊഡക്റ്റ്. ഏറ്റവും കുറഞ്ഞ ഫീച്ചേഴ്സോട് കൂടിയിട്ട് ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാം. MVP സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ആ സ്റ്റേജിൽ വെച്ച് നമുക്ക് മനസ്സിലാവും നമ്മളുടെ പ്രൊഡക്റ്റ് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ മിനിമം ഫീച്ചേഴ്സ് വെച്ചിട്ട് തന്നെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കമേഴ്ഷ്യലൈസേഷനിലേക്ക് പോവാം. കുറച്ചും കൂടെ വലിയ രീതിയിൽ ഇതിനെ വിൽപ്പന നടത്താൻ വേണ്ടി പറ്റും. അപ്പൊ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോളോ ചെയ്ത് വന്നാൽ തന്നെ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ഒരു കമ്പനി ബിൽഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കൊരു പ്രൊഡക്റ്റ് ഐഡിയ ഉണ്ടെങ്കിൽ യാതൊരു ലീഗൽ രജിസ്ട്രേഷനോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് അതിനെ ടെസ്റ്റ് ചെയ്യാം, മാർക്കറ്റ് ടെസ്റ്റിംഗ് നടത്താം, ചെറിയ രീതിയിൽ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്തു നോക്കാം. സക്സസ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ കമ്പനിയാക്കിയിട്ട് മാറ്റാം, ലീഗൽ രജിസ്ട്രേഷൻസ് ചെയ്യാം, പതുക്കെ പതുക്കെ അതിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാം. നിങ്ങൾക്കൊരു നല്ല ഐഡിയ ഉണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഫണ്ട് തരാൻ, നിങ്ങൾക്ക് പൈസ ഇല്ലേ, ഫണ്ട് തരാൻ ആൾക്കാരുണ്ട്. സർക്കാർ ഉണ്ട്, അല്ലെങ്കിൽ മറ്റ് ഏജൻസികളുണ്ട്, സ്റ്റാർട്ടപ്പ് മിഷൻ പോലത്തെ ഏജൻസികൾ ഉണ്ടാവും. അവരൊക്കെ ഫണ്ട് തരാൻ റെഡിയായി നിൽക്കുകയാണ്. ഇവർക്കൊക്കെ വേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ എന്തെങ്കിലും യുണീക്ക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവരണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനി അതർ ക്വസ്റ്റ്യൻസ്? ഞാൻ സ്റ്റുഡൻസിന് വേണ്ടി ഞാൻ തന്നെ ചോദിക്കാം ക്വസ്റ്റ്യൻ. അതായത് ഇപ്പൊ സാർ ഇപ്പൊ പറഞ്ഞു, അപ്പൊ ഈ ഫണ്ടിന് വേണ്ടി അപ്രോച്ച് ചെയ്യാന്ന് പറഞ്ഞു. അത് ഏത് സ്റ്റേജിലാണ് നമ്മൾ ഈ മിനിമം വയബിൾ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് അത് ഫീസിബിൾ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണോ, പിന്നെ കമേഴ്ഷ്യൽ ആയിട്ട് പോണ സമയത്താണോ നമ്മൾ ഈ ഫണ്ടിന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യേണ്ടത്? നല്ല ചോദ്യമാണ് മാം. ഒരുപാട് ആൾക്കാർക്ക് ഈ സംശയം ഉണ്ടാവാറുണ്ട്. നമുക്ക് ഗവൺമെന്റ് ഏജൻസികൾ സീഡ് ലെവൽ ഫണ്ടിങ് കൊടുക്കുന്നത് മിക്കവാറും ഐഡിയേഷൻ സ്റ്റേജിലുള്ള കമ്പനികൾക്കായിരിക്കും, അല്ലെങ്കിൽ പ്രൊഡക്റ്റുകൾക്ക് ആ സീഡ് ഫണ്ടിങ് കിട്ടാറുണ്ട്. അതായത് ആശയം മാത്രമേ നമ്മളുടെ കയ്യിലുള്ളൂ, അത് ഡെവലപ്പ് ചെയ്യാനുള്ള പൈസ നമുക്ക് ഈ ഏജൻസികൾ തരും. അതിന് ഈ സ്റ്റാർട്ടപ്പ് മിഷന് അതിനുള്ള സംവിധാനങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ IIM-കൾ IIT-കൾ കേന്ദ്രീകരിച്ചിട്ട് ഉള്ള ലോഞ്ച് പാഡുകളുണ്ട്. ഫോർ ഉദാഹരണത്തിന് IIM-ന്റെ ലോഞ്ച് പാഡ് IIMK ലൈവ്, കേരളത്തിലെ IIM കോഴിക്കോടിൽ IIMK ലൈവ് എന്ന പേരിൽ അവരൊരു ലോഞ്ച് പാഡ് നടത്തുന്നുണ്ട്.
IIM ബാംഗ്ലൂരിലുണ്ട് ലോഞ്ച് പാഡ്. ഇവരൊക്കെ ആശയങ്ങൾ മാത്രം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മളുടെ ആശയങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അവരുടെ ലോഞ്ച് പാഡ് എന്ന് പറയുന്നത് 2-3 മാസത്തെ ഒരു പ്രോഗ്രാം ആയിരിക്കും. ആ പ്രോഗ്രാമിൽ നമുക്ക് എൻട്രി കിട്ടും. നല്ല ഐഡിയ ആണെങ്കിൽ, നല്ല ആശയമാണെങ്കിൽ അവിടത്തേക്ക് നമുക്ക് എൻട്രി കിട്ടും. അവിടെ വെച്ച് നമ്മൾ ഈ 2-3 മാസം കണ്ടിന്യൂസ് കോൺസ്റ്റന്റ് ട്രെയിനിങ് ആയിരിക്കും വരുന്നത്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വലിയ വലിയ സ്റ്റാർട്ടപ്പ് ഫൗണ്ടർമാരും വലിയ IT കമ്പനിയുടെ ചെയർമാൻ അല്ലെങ്കിൽ അങ്ങനത്തെ ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സും ഒക്കെ വന്ന് നമ്മളെ ട്രെയിൻ ചെയ്ത് നമ്മളുടെ ആശയത്തിനെ നല്ലൊരു ബിസിനസ് കൺസെപ്റ്റ് ആക്കി മാറ്റുകയും പിന്നീട് നമ്മൾക്ക് ആവശ്യമുള്ള മുഴുവൻ സപ്പോർട്ടും അവിടെ നിന്ന് തരുന്ന വിധത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അതിന് ആശയം മാത്രമേ വേണ്ടൂ. ആശയം മാത്രം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇവിടെയൊക്കെ ഫണ്ടിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഫണ്ട് തരുമ്പോൾ ഫണ്ട് മാത്രമല്ല തരുന്നത്, നമുക്കുള്ള മെന്ററിങ്ങും കൂടിയാണ് തരിക. സാർ ഡൗട്ട്. തീർച്ചയായിട്ടും പറയൂ സാർ. നമുക്കൊരു ഐഡിയ ഉണ്ട്, നമ്മൾ ഫാബിൽ പോയി വർക്ക്ഔട്ട് ചെയ്തിട്ടില്ലേ നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടത്? ഐഡിയ വർക്കൗട്ട് ചെയ്തിട്ടാണ് പ്രസന്റ് ചെയ്യേണ്ടത്. ഒരു കാര്യമേ ഉള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞു, ഐഡിയ വാലിഡേഷൻ, ഇത് രണ്ടും നടന്നിരിക്കണം. അതിനുശേഷമാണ് നമ്മൾ ഈ പറയുന്ന ഈ ലോഞ്ച് പാഡ് പോലത്തെ അല്ലെങ്കിൽ IIMന്റെ ഇങ്ങനത്തെ ഇൻക്യുബേഷൻ പരിപാടികളിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ അവർ അവിടെ വെച്ചിട്ട് ഇതിനെ റിജക്ട് ചെയ്യും. നമ്മൾ ഇതിനെ ടെസ്റ്റ് ചെയ്യണം. മിനിമം കമേഴ്ഷ്യലൈസ് ചെയ്യേണ്ട കാര്യമില്ല, MVP ആക്കി മാറ്റണമെന്നില്ല. നമുക്ക് മിനിമം ഈ ഐഡിയ ഒരു പേപ്പറിലെങ്കിലും ഈ പ്രൊഡക്റ്റ് കാണിച്ചു കൊടുക്കാൻ ഉണ്ടായിരിക്കണം. ബാക്കി സപ്പോർട്ട് മുഴുവൻ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നമുക്ക് തരും. സ്ട്രക്ചർ വേണമെന്ന് നിർബന്ധമല്ല. സ്ട്രക്ചർ വേണമെന്നേ നിർബന്ധമുള്ളൂ. നമ്മളുടെ ആശയത്തിൽ നമുക്ക് വ്യക്തത ഉണ്ടായിരിക്കണം. നമ്മൾ എങ്ങനെയാണ് ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കൊടുക്കുന്നത്, ജനങ്ങളുടെ എന്ത് പ്രോബ്ലത്തിനെയാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ബേസിക്കലി ഒരുപാട് ആൾക്കാരുടെ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്ന, മിനിമം റിസോഴ്സ് വെച്ചിട്ട് സോൾവ് ചെയ്യുന്ന ഐഡിയകൾക്കാണ് ഇവിടെയൊക്കെ എൻട്രി കിട്ടുന്നത്. അപ്പോൾ അതിന് കേപ്പബിൾ ആണോ നമ്മളുടെ ഐഡിയ എന്ന് മാത്രമേ അവർ പരിശോധിക്കുള്ളൂ. ആ ആശയത്തിൽ നമുക്കും വ്യക്തത വേണം. പേപ്പറിൽ ഈ ഐഡിയ പ്രസന്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റണം ഭംഗിയായിട്ട്. ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ സാർ, അപ്പൊ നമുക്ക് ഒരു ലോഞ്ച് പാഡിലൊക്കെ വെച്ചിട്ട് നമുക്കൊരു നല്ല മെന്റർഷിപ്പ് ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം അവിടെ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. ചിലപ്പോൾ അത് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവണമെന്നില്ലല്ലോ. അതും കിട്ടും. ഈ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് അടക്കമാണ് അവർ തരുന്നത്. നമുക്കുള്ള 2-3 മാസത്തെ ട്രെയിനിങ് പ്രോഗ്രാമാണ്. നമുക്ക് ചുമ്മാ ഫണ്ട് തരുവല്ല ചെയ്യുന്നത്. അവർ നമ്മളെ ഈ 3 മാസത്തെ ഇൻക്യുബേഷൻ പരിപാടിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് മാർക്കറ്റിങ്ങിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ടെക്നോളജിയിൽ നമ്മൾ ഏതൊക്കെ തരത്തിൽ ഗ്രൂം ചെയ്യപ്പെടണം, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അവർ ശ്രദ്ധിക്കും. അതിനുശേഷം നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റ് ആക്കുന്നതിന് നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്, ബ്രാൻഡ് എങ്ങനെ ബിൽഡ് ചെയ്യണം, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ബ്രാൻഡിങ് എങ്ങനെയാണ് നടത്തേണ്ടത് ആ പ്രൊഡക്റ്റിന്. ചുമ്മാ നമ്മളൊരു നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെച്ചത് കൊണ്ട് മാത്രം അത് 10 പേര് യൂസ് ചെയ്യാൻ യാതൊരു സാധ്യത ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ബ്രാൻഡിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുള്ള സപ്പോർട്ടും അവർ ചെയ്തു തരും. ഏതൊക്കെ രീതിയിലാണ് നമ്മളുടെ പ്രൊഡക്റ്റ് സക്സസ് ആവാനുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യേണ്ടത്, അതൊക്കെ അവർ ചെയ്തു തരും. പ്ലസ് ക്ലൗഡ് സപ്പോർട്ട്. നമ്മൾ ഈ ഓൺലൈൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ ആയിട്ടുള്ള ബിസിനസ്സുകൾ പ്ലാൻ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രോബ്ലം വരുന്നത് നമ്മുടെ എന്താ പറയുക, സ്റ്റോറേജ് വാങ്ങുന്നതിനും ഈ ക്ലൗഡ് ഫെസിലിറ്റീസ് യൂസ് ചെയ്യുന്നതിനും ഈ ഓൺലൈൻ റിസോഴ്സുകൾ യൂസ് ചെയ്യുന്നതൊക്കെ എക്സ്പെൻസീവ് ആയിരിക്കും. പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഇത് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള കോസ്റ്റ് ഇതിൽ വരാറുണ്ട്. അപ്പോൾ ഇവരുടെ ഈ ലോഞ്ച് പാഡുകളിൽ നമ്മൾ അപ്ലൈ ചെയ്ത് അവിടെ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ക്ലൗഡ് സപ്പോർട്ടുകൾ ഉണ്ടാവും. ലൈക്ക് ആമസോൺ AWS, ഗൂഗിൾ ക്ലൗഡ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അവിടെ നിന്ന് കിട്ടുന്നത്. നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് അവർ എല്ലാ റിസോഴ്സുകളും അവർ നമ്മളെ തന്ന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. പിന്നെ നമ്മളപ്പം ഒരു ടീമിനെ നമ്മൾ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണോ ഇങ്ങനെ സിമിലർ ഐഡിയാസ് ഉള്ള അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണോ നമ്മൾ ഇങ്ങനെ അപ്രോച്ച് ചെയ്യാനായിട്ട് പോകാനായിട്ട്? അതല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ അതെല്ലാം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവോ? നമ്മൾ ഫൗണ്ടർ മാത്രമായിരിക്കും. ഒരു ആശയം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരാളിന്റെ തലയിൽ മാത്രമേ ഒരാശയം ഉണ്ടാവുള്ളൂ. ഞാനൊരു ബിസിനസ് നടത്തുമ്പോൾ എനിക്കൊരു ഫൗണ്ടർ ഉണ്ട്. പക്ഷെ ഈ ആശയം ആദ്യം വന്നിരിക്കുന്നത് എൻ്റെ തലയിൽ മാത്രമായിരിക്കും. ഞാൻ പിന്നീട് എൻ്റെ ഫൗണ്ടറായിട്ട്, നമുക്കൊരു സ്റ്റാർട്ടപ്പ് ആകുമ്പോൾ ഒരു ഫൗണ്ടർ ഉണ്ടാവണം എന്നുള്ളത് വളരെ വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ്. ഫൗണ്ടർമാരില്ലാത്ത സ്റ്റാർട്ടപ്പുകൾക്ക്
ഫണ്ടിങ്ങിനുള്ള സീഡ് ലെവൽ ഫണ്ടിങ് അല്ല, വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരാൾ മാത്രമാകുമ്പോൾ ഞാൻ എൻ്റെ വ്യൂ പോയിന്റിൽ മാത്രമായിരിക്കും കാര്യങ്ങളെ കാണുന്നുണ്ടാവുക. നേരെ മറിച്ചിട്ട് 2 പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നിലധികം ആൾക്കാരുണ്ടെങ്കിൽ കുറേ പേരുടെ വ്യൂ പോയിന്റിൽ, അല്ലെങ്കിൽ ഞാനൊരു റോങ് ആയിട്ടുള്ള കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ അതിനെ എതിർക്കാൻ എൻ്റെ ടീമിൽ തന്നെ ആളുണ്ട് എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവുകയും അങ്ങനത്തെ സ്റ്റാർട്ടപ്പുകളിലാണ് ഇൻവെസ്റ്റ്മെന്റിന് സാധ്യത കൂടുതൽ. ഇൻവെസ്റ്റർമാർക്ക് ഇഷ്ടം ഫൗണ്ടർമാരുള്ള സ്റ്റാർട്ടപ്പുകളെയാണ്. പക്ഷെ ആശയം നമ്മൾ ഇതുപോലെ ലോഞ്ച് പാഡിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ഒരാൾ ഉണ്ടായാൽ മതി. അതിനുശേഷം നമ്മളൊരു ഫൗണ്ടറിനെ കണ്ടുപിടിക്കാം. പല കമ്പനികളും ഐഡിയേഷൻ സ്റ്റേജ് കഴിഞ്ഞ് ഐഡിയ വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷമായിരിക്കും ഒരു ഫൗണ്ടറിനെ തപ്പി കണ്ടുപിടിക്കുന്നുണ്ടാവുക. എപ്പോഴും ഫൗണ്ടർമാരെ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നമ്മൾക്കില്ലാത്ത കേപ്പബിലിറ്റി ഉള്ള ഒരാളെ കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കാം. ഇപ്പോൾ എനിക്ക് ടെക്നിക്കൽ അല്ലെങ്കിൽ ടെക്നോളജി ഞാൻ അത്ര സൗണ്ട് അല്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടെങ്കിൽ ഞാൻ ടെക്നോളജി സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെ കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുക. ഞാൻ മാർക്കറ്റിംഗ് വീക്ക് ആണെങ്കിൽ മാർക്കറ്റിംഗ് നല്ല രീതിയിൽ അറിയുന്ന ഒരാളെ കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇങ്ങനെ പല സ്കില്ലുകൾ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും നമ്മുടെ കമ്പനിക്കും. ശരിക്കും പറഞ്ഞാൽ ആലോചിക്കുന്നത്, നമ്മൾ പലരും ആലോചിക്കുന്നത് ഒരു നാരോ വ്യൂ പോയിന്റിലായിരിക്കും. ഞാൻ ഒരാളെയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ, എൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എൻ്റെ പ്രോഫിറ്റ് ഞാൻ അയാൾക്ക് ഷെയർ ചെയ്യേണ്ടി വരൂലേ എന്നുള്ളൊരു തോട്ട് പലർക്കും ഉണ്ടാവും. പക്ഷെ ഇതിൽ ആക്ച്വലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഒരു ബിസിനസ് നടത്തുമ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റവന്യൂ 1 ലക്ഷമാണ് എന്ന് വിചാരിക്കുക. ഞാനൊരു പുതിയൊരു ടെക്നോളജിയിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എനിക്ക് 3 ലക്ഷം രൂപ മിനിമം ഒരു മാസം വരുമാനം ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ ആ 3 ലക്ഷം 2 പേര് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് പണ്ട് 1 ലക്ഷം കിട്ടിയ സ്ഥാനത്ത് എനിക്കിപ്പോൾ 1.5 ലക്ഷം കിട്ടും. അപ്പൊ ഞാൻ എപ്പോഴും ആ രീതിയിൽ മാത്രമേ ചിന്തിക്കേണ്ടുള്ളൂ. എൻ്റെ സ്ഥാപനത്തിന്, എൻ്റെ ഐഡിയനെ കൂടുതൽ റീച്ച് കിട്ടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി ചിലപ്പോൾ ഈ ഒരാളെ കൊണ്ടായിരിക്കും സാധിക്കുന്നത്. അത് എൻഡ് ഓഫ് ദ ഡേ ഇവൻച്വലി എനിക്ക് തന്നെ കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന വിധത്തിലേക്ക്, അല്ലെങ്കിൽ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരും. ഞാൻ എൻ്റെ ഒരു പ്രാക്ടിക്കലി എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ടെക്നോളജി വളരെ വീക്കാണ്. ഞാനപ്പോൾ പോഡ് ക്ലാസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നോർമലി ചിന്തിക്കേണ്ടത്, ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനീനെ അപ്രോച്ച് ചെയ്യണം, എന്നിട്ട് ഞാൻ എൻ്റെ ആശയങ്ങൾ പറഞ്ഞ് അവരെ കൊണ്ട് ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യിപ്പിക്കണം. ഇതായിരുന്നു ഞാൻ ചെയ്യേണ്ടത്. എൻ്റെ ഒരു ആശയത്തിന് പറ്റിയ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 1 ലക്ഷം 1.5 ലക്ഷം രൂപയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് കൊടുക്കണം. അപ്പോൾ എന്നാലും തന്നെ നമുക്ക് അവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനൊന്നും പറ്റില്ല. അവർക്ക് തോന്നുന്ന രീതിയിൽ ഉണ്ടാക്കി തരും. നമ്മളുടെ ആശയത്തിന് ചേരുന്ന വിധത്തിലായിരിക്കില്ല അത് ഉണ്ടാവണം എന്നുള്ളത്. അങ്ങനെ തോന്നിയപ്പോഴാണ് ഞാനൊരു ഫൗണ്ടറിനെ കണ്ടുപിടിക്കുകയും ആ ഫൗണ്ടർ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ, സ്വന്തമായിട്ട് ആപ്പൊക്കെ ഡെവലപ്പ് ചെയ്യാൻ അറിയുന്ന, അല്ലെങ്കിൽ ടെക്നോളജിയിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള, ആ കാര്യങ്ങൾ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരാളെ കണ്ടുപിടിച്ചു. അതുവഴി എനിക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഇങ്ങനത്തെ അതിനുവേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1.5 ലക്ഷം രൂപ ആപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കുന്നത് എനിക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റി. ഈ ഒരു സ്റ്റേജിൽ എനിക്ക് 1.5 ലക്ഷം രൂപ മറ്റൊരു കമ്പനിക്കും കൊടുക്കേണ്ടി വന്നില്ല. കാരണം ഇദ്ദേഹം തന്നെ ആ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നു, ഒറ്റയ്ക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരുന്നു. അപ്പൊ ഈ രീതിയിൽ ചിന്തിച്ചിട്ടാണ് നമ്മൾ ഫൗണ്ടർമാരെ ചേർക്കേണ്ടത്. ഇപ്പൊ ഞാൻ മാർക്കറ്റിംഗിൽ സ്ട്രോങ് ആണ്, അദ്ദേഹം ടെക്നോളജിയിലും സ്ട്രോങ് ആണ് എങ്കിൽ നമ്മൾ രണ്ടുപേരും ചേർന്ന് കഴിഞ്ഞാൽ ഈ കമ്പനീനെ മറ്റൊരു നെക്സ്റ്റ് ലെവലിലേക്ക് എളുപ്പത്തിൽ എത്തിക്കാൻ പറ്റും എന്നുള്ള ഒരു തോന്നലാണ്. അപ്പൊ ഇതുകൊണ്ടാണ് പറയുന്നത് ഫൗണ്ടർമാർ ഉണ്ടാവേണ്ടത് വളരെ വളരെ നിർബന്ധമാണ്. എനിക്കറിയാം ഒറ്റൊരാൾ മാത്രം നടത്തുന്ന സ്റ്റാർട്ടപ്പ് കമ്പനികൾ പലതും ഇൻവെസ്റ്റ്മെന്റ് കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. നമുക്ക് പേഴ്സണലി അറിയുന്ന കുറെ കമ്പനികൾ തന്നെ ഉണ്ട്. സർ ചാറ്റിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് സർ. ആസ് എ ബിഗിനർ വാട്ട് കംസ് ആഫ്റ്റർ ദ പ്രൊഡക്റ്റ് ഡിമാൻഡ് വാലിഡേഷൻ? ഞാൻ നേരത്തെ ആൻസർ പറഞ്ഞാണെന്ന് തോന്നുന്നു. വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഇല്ല സർ, ഇല്ല. പ്രൊഡക്റ്റ് ഐഡിയ കഴിഞ്ഞു, ഐഡിയ വാലിഡേഷൻ കഴിഞ്ഞു. അതിനുശേഷം ഞാൻ പറഞ്ഞു MVP ഡെവലപ്പ് ചെയ്യണം. അതായത് മിനിമം ഫീച്ചേഴ്സ് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യണം. അതിനുശേഷം മാത്രമേ, എന്നിട്ട് ഈ MVP കുറച്ച് ആൾക്കാരെ കൊണ്ട് യൂസ് ചെയ്യിപ്പിക്കണം. അവരുടെ പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ ആവുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അവർ എന്നിട്ട് ഹാപ്പി ആണെങ്കിൽ മാത്രം നമ്മൾ ഇതിനെ ഒരു ബിസിനസ് രൂപത്തിലേക്ക് കൊണ്ടുചെന്ന് കമേഴ്ഷ്യലൈസ് ചെയ്യണം. ഇങ്ങനെ ഒരു 4 സ്റ്റെപ്പ് ഫോളോ ചെയ്യണം. ഞാൻ ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. സിറോധ, നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട് ഈ കമ്പനി സിറോധ? നിങ്ങൾ ആരും കേട്ടിട്ടില്ല. അതിന് കാരണം എന്താണെന്നറിയോ? ആക്ച്വലി ഈ സിറോധ എന്ന് പറയുന്നത്
ഇന്ത്യയിലെ യൂണിക്കോൺ കമ്പനികളുടെ യൂണിക്കോൺ ക്ലബിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് സിറോധ. ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. നിതിൻ കാമത്ത്, നിഖിൽ കാമത്ത്, ഇങ്ങനെ 2 ബ്രദേഴ്സ് ആണ് ഈ കമ്പനിയുടെ ഫൗണ്ടേഴ്സ്. ഈ കമ്പനിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യൂണിക്കോൺ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന എക്സ്റ്റേണൽ ഫണ്ടിങ് ഒന്നും സ്വീകരിക്കാത്ത ഒരു കമ്പനിയാണ്. അതായത് ബിസിനസ് മാത്രം നടത്തി ലാഭമുണ്ടാക്കി അങ്ങനെ ഈ $1 ബില്യൺ ക്ലബിൽ ഉൾപ്പെട്ട കമ്പനി ഇന്ത്യയിൽ അങ്ങനെ ആകെ ഒരു കമ്പനിയേ ഉള്ളൂ. അത് ഈ കമ്പനിയാണ് സിറോധ. ഈ സിറോധ ആക്ച്വലി അവർ എന്ത് ബിസിനസ് ആണ് അവർ ചെയ്യുന്നതെന്നും കൂടെ പറഞ്ഞുതരാം. അവർ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ആണ്. സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, ഇക്വിറ്റി, സ്റ്റോക്ക്. ഇപ്പൊ സ്റ്റോക്ക് ബ്രോക്കിംഗ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ വളരെ പഴയ ഒരു ഇൻഡസ്ട്രിയാണ്. ഒരുപാട് കമ്പനികൾ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കമ്പനികൾ ഉണ്ടെങ്കിൽ കൂടിയും ഇന്ത്യയിൽ സ്റ്റോക്ക് ബ്രോക്കിംഗ് എന്ന് പറയുന്ന സാധനം, സ്റ്റോക്ക് ബ്രോക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള മിച്ചം വരുന്ന പൈസേനെ കൊണ്ട് ഏതെങ്കിലും കമ്പനികളുടെ ഷെയറുകൾ വാങ്ങുന്ന പ്രോസസ്സ്. നിങ്ങളൊക്കെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ കുറെ പൈസേനെ കൊണ്ട് സ്റ്റോക്കുകൾ വാങ്ങും, അത് വിൽക്കും, അത് വീണ്ടും കുറെ ലാഭം കിട്ടുമ്പോൾ വിൽക്കും, ഇങ്ങനത്തെ പ്രോസസ്സുകൾ ചെയ്യും. അപ്പോൾ ഇതിന് ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനികളെയാണ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേമുകൾ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ 2010 ഈ സിറോധ എന്ന് പറയുന്ന കമ്പനി ലോഞ്ച് ചെയ്യുന്നത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരു പ്രോബ്ലം അല്ല, 3 പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പനികൾ, സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനികൾ ഫെയിൽ ആവുന്ന 3 സിറ്റുവേഷൻസ് ഇവർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊന്ന്, ഈ എക്സിസ്റ്റിംഗ് കമ്പനികളിൽ ബ്രോക്കറേജ് ഫീസ് ബ്രോക്കറേജ് ചാർജ് വളരെ കൂടുതലാണ്. നമ്മൾ 100 രൂപയുടെ സ്റ്റോക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ 3% അല്ലെങ്കിൽ 0.3% എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ചാർജ് ചെയ്യുന്നുണ്ടായത്. നമ്മളിപ്പോൾ 100 രൂപയുടെ സ്റ്റോക്ക് വാങ്ങിയാൽ അതിന്റെ 0.3% കൊടുക്കേണ്ടി വരും. 1 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് വാങ്ങിയാൽ അതിന്റെ 0.3% കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസക്ക് അനുസൃതമായിട്ട് നമ്മൾ പേ ചെയ്യുന്ന ഫീസും കൂടുതൽ കൊടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇത് ഇൻവെസ്റ്റേഴ്സിന് ഇഷ്ടമല്ല, സാധാരണക്കാർക്ക് ഇത് ഇഷ്ടമല്ല. അതൊരു പ്രോബ്ലം ആയിരുന്നു. 2, സാധാരണക്കാരായ ആൾക്കാരുടെ ഇടയിൽ, നിങ്ങളുടെയൊക്കെ ഏജ് ഗ്രൂപ്പിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ സ്റ്റോക്കിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, ഇക്വിറ്റി അല്ലെങ്കിൽ ഈ ഷെയറുകൾ എങ്ങനെ വിൽക്കണം, വാങ്ങണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു എഡ്യൂക്കേഷൻ ഇല്ല. ഈ എഡ്യൂക്കേഷൻ തരേണ്ടത് സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ ഒന്നുമല്ല, അത് നമ്മളായിട്ട് കണ്ടുപിടിച്ച് ഇത് റീഡ് ചെയ്ത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതാണ് എങ്ങനെയാണ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ ഇന്ത്യയിൽ പൊതുവെ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു അവബോധം, ഒരു എഡ്യൂക്കേഷൻ കുറവാണ് എന്ന് ഇവർക്ക് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേമുകൾ ആരും തന്നെ ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു സ്റ്റോക്ക് വിൽക്കാനും വാങ്ങാനും ആ പ്രോസസ്സ് തുടങ്ങണമെങ്കിൽ നമ്മൾ ആദ്യം സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനിയിൽ പോകണം. എന്നിട്ട് നമ്മളൊരു വലിയ രജിസ്ട്രേഷൻ ഫോം, 10-20 പേജുള്ള രജിസ്ട്രേഷൻ ഫോമിനകത്ത് നമ്മളുടെ ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, നമ്മളുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം. 20-30 പേജുകൾ ഉണ്ടാവും. ഈ 20 പേജുകളിൽ നമ്മൾ സിഗ്നേച്ചർ ഇടണം, ഇതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇത് ഭയങ്കര മൊണോട്ടണസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിരുന്നു. ആൾക്കാർക്കൊന്നും ഇത് ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെ 3 പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്തതിന്റെ ശേഷമാണ് ഈ കാമത്ത് ബ്രദേഴ്സ്, നിഖിൽ കാമത്തും അതുപോലെ നിതിൻ കാമത്തും, നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക അവരാരൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഈ കാമത്ത് ബ്രദേഴ്സ് സിറോധ എന്ന പേരിൽ ഒരു പുതിയ സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനി അവതരിപ്പിച്ചു. അവര് ആക്ച്വലി സോൾവ് ചെയ്യുന്ന പ്രശ്നം ഇതൊക്കെയായിരുന്നു. ഒന്ന്, കസ്റ്റമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഒന്നും അറിയാത്ത ഒരാളിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു, അവർ സിറോധ വാൾസിറ്റി എന്ന പേരിൽ അവരുടെ വെബ്സൈറ്റിനകത്ത് തന്നെ ഒരു പുതിയ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അത് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ആർക്കൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അതിന്റെ പ്രോസസ്സ് എന്തൊക്കെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ സിറോധ വാൾസിറ്റി എന്ന പേരിൽ അവർ സ്വന്തം വെബ്സൈറ്റിനകത്ത് തന്നെ ഒരു പുതിയൊരു സെക്ഷനായിട്ട് അവർ ഇനീഷ്യേറ്റ് ചെയ്തു. രണ്ടാമത്, ഈ 30 പേജുള്ള രജിസ്ട്രേഷൻ ഫോം അവർ ഓൺലൈനായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന വിധത്തിലേക്ക് സിംപ്ലിഫൈ ചെയ്തു. ചുമ്മാ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആധാർ നമ്പർ മൊബൈൽ നമ്പറിൽ കണക്റ്റഡ് ആണെങ്കിൽ ചുമ്മാ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഒരു 5 മിനിറ്റ് കൊണ്ട് ആർക്കും ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യാനുള്ള ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്ന വിധത്തിലേക്ക് ആ രജിസ്ട്രേഷൻ പ്രോസസ്സിനെ സിംപ്ലിഫൈ ചെയ്തു. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ പ്രോബ്ലം എന്തായിരുന്നു? ചാർജ് വളരെ കൂടുതലായിരുന്നു. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പനികൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ചാർജ് വളരെ കൂടുതലായിരുന്നു. ആ പ്രോബ്ലത്തിനെ ഇവർ സോൾവ് ചെയ്തു. നിങ്ങൾ 100 രൂപക്ക് വാങ്ങിയാലും
1 ലക്ഷം രൂപക്ക് വാങ്ങിയാലും 1 കോടി രൂപക്ക് നിങ്ങൾ സ്റ്റോക്കുകൾ വാങ്ങിയാലും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വളരെ ചെറിയൊരു പൈസ മാത്രമേ ഇവർക്ക് ഫീസായിട്ട് കൊടുക്കേണ്ടതുള്ളൂ. അതായത് ഈ ബ്രോക്കിംഗ് കമ്പനികൾക്ക് ഫീസായിട്ട് കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞു നമ്മൾക്ക് സ്റ്റോക്ക് വാങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് ചെയ്തു തരുന്ന ഇടനിലക്കാരാണ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ്. അപ്പോൾ നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ അവർക്കൊരു ചെറിയൊരു എമൗണ്ട് ബ്രോക്കറേജ് ഫീസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പനികളൊക്കെ പെർസെൻറ്റേജ് കണക്കിനാണ് അത് വാങ്ങിക്കൊണ്ടിരുന്നത്. നമ്മൾ എത്ര രൂപക്ക് വാങ്ങിയോ അതിന്റെ 0.3%. പക്ഷെ ഇവർ പറഞ്ഞു നിങ്ങൾ എത്ര രൂപക്ക് മേടിച്ചാലും മാക്സിമം 20 രൂപ, അതിലപ്പുറത്തേക്ക് നമ്മൾക്ക് പൈസ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. 100 രൂപക്ക് വാങ്ങിയാലും 1 ലക്ഷം രൂപക്ക് വാങ്ങിയാലും 1 കോടി രൂപക്ക് നമ്മൾ സ്റ്റോക്ക് വാങ്ങിയാലും 20 രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞു. ഈ 3 കാര്യങ്ങൾ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ആൾക്കാർ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ ഒഴിവാക്കി സിറോധ വഴി സ്റ്റോക്ക് ട്രേഡ് ചെയ്യാൻ തുടങ്ങി. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം ആൾക്കാർ യൂസ് ചെയ്യുന്ന സ്റ്റോക്ക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് സിറോധ. ഞാൻ അതിന്റെ പ്രത്യേകത പറഞ്ഞു. ഇവര് ഇന്ത്യയിലെ ലാർജസ്റ്റ് സ്റ്റോക്ക് ട്രേഡിംഗ് കമ്പനിയാണ്, സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനിയാണ്. രണ്ടാമത്തെ കാര്യം, എക്സ്റ്റേണൽ ഫണ്ടിങ്ങുകൾ ഒന്നും യൂസ് ചെയ്യാതെ, അതായത് പുറത്തുള്ള ആൾക്കാരൊന്നും ആരുടെയും പൈസ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വാങ്ങാതെ തന്നെ ഇന്ത്യയിൽ യൂണിക്കോൺ ക്ലബിൽ അംഗമായ ആദ്യത്തെ കമ്പനിയാണ് സിറോധ. അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രോബ്ലത്തെ നോക്കി കാണേണ്ടത്, എന്നിട്ട് എങ്ങനെയാണ് അതിനെ സോൾവ് ചെയ്യുന്ന ഒരു സൊല്യൂഷൻ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് ഇതിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാവും. 2 എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന്, ചിന്നി കൃഷ്ണൻ ഡെവലപ്പ് ചെയ്ത സാഷെ എന്ന് പറയുന്ന ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. ഇന്ന് ലോകത്തിലെ എല്ലാ കമ്പനികളും അത് ഫോളോ ചെയ്യാൻ തുടങ്ങി. ചിന്നി കൃഷ്ണൻ മരിച്ചുപോയി, പക്ഷെ ചിക്ക് എന്ന് പറയുന്ന ബ്രാൻഡ് ഇപ്പോഴും ഉണ്ട്. ചിന്നി കൃഷ്ണന്റെ സ്റ്റോറി ആലോചിക്കാം. അതുപോലെ സിറോധയുടെ അവരെങ്ങനെയാണ് ഇവോൾവ് ആയി വന്നത് എന്നുള്ളതും ആലോചിക്കാം. അപ്പോൾ ഇത്ര വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആലോചനയിലൂടെ തന്നെ നമുക്ക് ഒരു ഇന്നോവേഷൻ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതിന് വലിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക്സിന്റെ ഒന്നും ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ തന്നെ കസ്റ്റമറിന്റെ കണ്ണിലൂടെ അവരുടെ പ്രശ്നങ്ങളെ നോക്കിക്കാണാൻ വേണ്ടി ശ്രമിക്കുക. എന്നാലും തന്നെ നല്ല പ്രൊഡക്റ്റുകളെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഞാൻ ഓൾറെഡി കുറെ ടൈം എക്സീഡ് ചെയ്തിട്ടുണ്ട്. സോറി മാം. ജിബിൻ സർ സോറി. നല്ല സെഷൻ ആയിരുന്നു. നമുക്കപ്പം ചോദിച്ചോളൂ കൃഷ്ണപ്രസാദ്, ചോദിച്ചോളൂ. സാർ, ആരെങ്കിലും ചെയ്ത് വെച്ചൊരു പ്രോജക്റ്റ് അത് ഫെയിലായി, അപ്പൊ നമുക്കത് സക്സസ്ഫുൾ ആക്കാൻ പറ്റുമെങ്കിൽ അത് പ്രൊസീഡ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഒരു ഫെയിലായ പ്രൊഡക്റ്റ് ആരെങ്കിലും ഒരാൾ ട്രൈ ചെയ്തു, അത് ഫെയിലായി, അതിനെ നമുക്ക് വീണ്ടും എടുത്ത് സക്സസ് ആക്കാൻ പറ്റുമോ എന്നല്ലേ കൃഷ്ണപ്രസാദ് ചോദിച്ചത്? ആ ഒരു ഐഡിയനെ ഉണ്ടല്ലോ. നമ്മളിപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പൊ വാട്സാപ്പ് ഒരു എക്സാമ്പിൾ ആണ്. വാട്സാപ്പ് അല്ല ആദ്യത്തെ ഇൻസ്റ്റന്റ് മെസ്സേജിങ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം. വാട്സാപ്പ് അല്ല, അതിനു മുന്നേയും ഇൻസ്റ്റന്റ് മെസ്സേജിങ്ങിന് യൂസ് ചെയ്യുന്ന ടൂളുകൾ ഉണ്ടായിരുന്നു. ഒക്കെ ഫെയിലായി പോയി. പക്ഷെ പിന്നീട് മറ്റൊരാൾ പുതിയൊരു ബ്രാൻഡിങ്ങിൽ ഈ ഒരു സാധനം തുടങ്ങിയപ്പോഴാണ് അത് ഹിറ്റായത്. ഒരു ഐഡിയ ആലോചിക്കുമ്പോൾ, ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഒരു ഐഡിയ ആലോചിക്കുമ്പോൾ നമ്മളുടെ ഐഡിയ, ഞാൻ പറഞ്ഞു, അത് മാർക്കറ്റ് ഡിമാൻഡ് ചെയ്യുന്നതായിരിക്കണം. മാർക്കറ്റിലുള്ള, അതായത് കൺസ്യൂമേഴ്സ് അതിന് പേ ചെയ്യാൻ വില്ലിങ്ങും ആയിരിക്കണം. പ്ലസ് ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയറൽ ചേഞ്ച് കൺസ്യൂമേഴ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതുമായിരിക്കണം. ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ബിഹേവിയറൽ ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി പറ്റണം. കൺസ്യൂമേഴ്സിന്റെ സ്വഭാവത്തിൽ, ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിൽ കൺസ്യൂമേഴ്സിന്റെ സ്വഭാവത്തിൽ തിരിച്ചു വരാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ചേഞ്ച്. ഞാൻ ഒന്നും കൂടെ ക്ലാരിഫൈ ചെയ്യാം. പണ്ടൊക്കെ നമ്മൾ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുമായിരുന്നു, MMS അയക്കുമായിരുന്നു. എത്ര ബുദ്ധിമുട്ടാണത്, ഒരു ഫോട്ടോ MMS അയക്കുക എന്ന് പറയുന്നത്. വാട്സപ്പ് വന്നപ്പോഴത്തേക്ക് ഈ പറയുന്ന ഫോട്ടോ അയക്കുന്നതൊക്കെ വളരെ സിമ്പിളായി. ചാറ്റ് ചെയ്യുന്നത് വളരെ വളരെ സിമ്പിളായി. ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നതിന്റെ 10-1 സമയം കൊണ്ട് നമുക്ക് ഒരു സാധനം കൺവിൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി ഈ വാട്സപ്പ് ഒഴിവാക്കി കഴിഞ്ഞാൽ, വാട്സപ്പ് എപ്പോഴെങ്കിലും സ്റ്റോപ്പ് ആയി പോയി, നമ്മൾ വീണ്ടും ടെക്സ്റ്റ് മെസ്സേജിലേക്ക് തിരിച്ചു പോകുമോ? ഒരിക്കലും ഇല്ല. ഇതാണ് പറഞ്ഞത്, നമ്മൾ തിരിച്ചു വരാൻ പറ്റാത്ത വിധത്തിൽ നമ്മളുടെ സ്വഭാവത്തിനെ തന്നെ മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ചേഞ്ച് കൊണ്ടുവരുന്ന പ്രൊഡക്റ്റ് ആയിരിക്കണം. നമ്മളൊരു പ്രൊഡക്റ്റ് ഒരാൾ ഉപയോഗിക്കുമ്പോൾ, ഒരു പ്രൊഡക്റ്റ് ഒരാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അയാൾ അത് 10 പേരോട് പറയുന്ന വിധത്തിൽ ഉള്ള പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.
ഒരാൾ അതായത് പണ്ടൊക്കെ യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ എന്ന് പറയായിരുന്നു, USP. നിങ്ങൾ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. എന്താണ് USP? ഒരു പ്രൊഡക്റ്റിന്റെ യുണീക്നെസ്സിനെയാണ് USP എന്ന് പറയുന്നത്. ഇപ്പോൾ ആ കൺസെപ്റ്റ് കുറച്ചും കൂടെ ഒന്ന് മുന്നോട്ടേക്ക് പോയി UBP ആയിട്ടുണ്ട്. യുണീക്ക് ബ്രാഗ് വർത്തി പ്രൊഡക്റ്റ് എന്ന് പറയും. അതായത് ഞാനൊരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചു, ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ്, ഞാനത് 10 പേരോട് പറഞ്ഞു, ആരോടൊന്നും പറയാതെ എനിക്കൊരു രക്ഷയില്ല എന്നുള്ള അവസ്ഥയാണ്. ട്രൂ കോളർ നിങ്ങൾ ഉപയോഗിച്ചു, നിങ്ങൾ മറ്റുള്ളവരോടും കൂടെ ഷെയർ ചെയ്തു. ക്ലബ് ഹൗസ് നിങ്ങൾ യൂസ് ചെയ്തു, അതിനുശേഷം നിങ്ങൾ കുറേ പേരോട് പറഞ്ഞു ഞാൻ ക്ലബ് ഹൗസിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന്. ഇതിനെയാണ് ബ്രാഗ് ചെയ്യുക, വിളിച്ചു പോവുക. ഞാനൊരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളും കൂടെ ഉപയോഗിക്കൂ എന്ന് യൂസ് ചെയ്ത ആൾക്കാർ തന്നെ അതിനെ പ്രചരിപ്പിക്കണം. ഈ ഒരു ലെവലിലുള്ള പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഒരു മണിക്കൂർ സെഷനാണ്, നമ്മൾ 1.5 മണിക്കൂർ ഓൾമോസ്റ്റ് എക്സീഡായി. എന്തായാലും നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയത് തന്നെ വലിയ കാര്യം. ജിമിൻ സർ താങ്ക് യു. ജസീന മാം താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. സാർ, അപ്പൊ ഞങ്ങൾ ഈ കുട്ടികൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ സാറിനെ കോൺടാക്ട് ചെയ്യാം അല്ലെ? തീർച്ചയായിട്ടും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും മാം. Thank you so much. Okay, sir. Thank you so much. For your valuable time and words. Thank you. Let's conclude the session by stating a line. Anything is possible if you get enough nerve to work for it. I request Ms. Aishwarya to deliver the vote of thanks. Afna, your audio is new. Good afternoon, everyone. Director, the opportunity to thank you all. Am I audible? Hello? Hello? Yes, Yes, please. Aishwarya, continue. Yes, I should. Yes, Aishwarya. Okay. Yes. On behalf of the MCA department, MESI ma'am. As she has some technical problems, I may continue. Good afternoon, everyone. To the one and all present here, Marapalli, I Honorable extend a Chief warm welcome to the people in the gathering. I would like to express my gratitude to all esteemed delegates of the webinar for their presence and contribution to making this webinar a great success. Hello? Am I audible? I beg your pardon. She has some connectivity issues. Please stay in line. Afna, you please. Afna, you please continue, Afna. Okay. Honorable Chief Guest, Mr. Arun Kumar, respected Director, Dr. Jubal Matthew, and all the participants. It is such an honor for me to get the opportunity to thank you all dignitaries on behalf of the MCA Department and MESIMAT. I extend a warm welcome to the people in the gathering. I would like to express my gratitude to all esteemed delegates of the webinar for their presence and contribution to make the webinar a great success. I extend my gratitude to our Honorable Chief Guest, Mr. Arun Kumar, to take out time for his busy schedule to grace this event. Thank you, sir, for inspiring and encouraging us with your words on this special day. A special thanks to Dr. Jubal Matthew for providing immense support to make the webinar successful. I extend my gratitude to Mr. Akbar Shah KE, Head of Department, to organize webinar even amidst in the pandemic situation. I must thank to Ms. Jazina Abbas, Program Coordinator, to make this webinar successful. And also, I thank every one of you to participate in the meeting. Thank you, everyone, once again for making this a great success. Thank you, Afna. Thank you. Thank you, sir. Thank you Thank so you, much. sir. Thank you, Arun sir. Thank you.